وأشهد أن لا إله إلا الله وحده لا شريك له شهادة أعدها للقائه بكرا وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من المؤمنين رجال صدقوا ما عاهدوا الله عليه ومنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم اتقوا فراسة المؤمن فإنه ينظر من نور الله. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ കാലം കണ്ട വിഷണാശാലിയായ ആത്മീയ നിർവൃതിയുടെ ആൾരൂപമായ മഹാനവകളുടെ ഉറൂസിനു വേണ്ടി ഇവിടെ എത്തിയ ഓരോരുത്തരും അവരുടെ ഹൃദയത്തിന് അല്ലാഹു എല്ലാവിധ സമാധാനവും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാഭാവികമായ നടപടിക്രമങ്ങളൊന്നുമില്ലാതെ സ്റ്റേജിലിരിക്കുന്നവരുടെ ആരുടെയും പേര് പോലും പരാമർശിക്കാതെ ഞാൻ പെട്ടെന്ന് പ്രസംഗം തുടങ്ങിയത് സമയം വളരെയേറെ വൈകിയതുകൊണ്ടാണ് ബഹുമാന്യരായ ആളുകൾ പൊറുക്കുക. കാരണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസംഗത്തിന് വേണ്ടിയല്ല, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസിലൊന്ന് പങ്കെടുക്കുക എന്ന എന്റെ ഒരു ആത്മനിർവൃതിക്ക് വേണ്ടിയാണ് ഈ പരിപാടിയിൽ സാധാരണ ഞാൻ പങ്കെടുക്കാറുള്ളത്. വേറെ ഒന്നും അതിന്റെ പുറകിൽ ഒരു വികാരമില്ല. ജീവിത കാലഘട്ടങ്ങളിൽ വളരെയേറെ അടുത്ത് സഹകരിക്കാൻ അവസരം കിട്ടാതിരുന്ന, എന്നാൽ ആരും കൊതിച്ചു പോകുന്ന ആ സഹവാസം മരണം ശേഷമെങ്കിലും ഉണ്ടാകണമെന്ന് എന്റെ മനസ്സിന്റെ വലിയൊരു ആഗ്രഹമാണ് ഈ ഉറൂസിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചതും ഇതിന്റെ ദുആയുടെ ഒരു മഹത്വം കൊണ്ട് മാത്രമാണ്. 10 മണിക്ക് എത്താൻ വേണ്ടി ഞാൻ ഇന്നലെ കൊടുങ്ങല്ലൂർ പ്രസംഗം കഴിഞ്ഞ് രാത്രിയിൽ ഒറ്റപ്പാലത്തിന്റെ കോളേജിൽ വന്ന് അവിടെ നിന്ന് സുബഹി കഴിഞ്ഞ് ഇവിടെ വന്നൊരു 10 മണിക്ക് പ്രസംഗം നടത്തുക ഏതൊരു പ്രഭാഷകനും ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്, രാത്രിയിൽ പ്രസംഗിക്കുന്ന ഒരാൾ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി നാളെ വരുന്നതുകൊണ്ട് അതിന്റെ റിഹേഴ്സലുമായി മലപ്പുറത്ത് എല്ലാ ബൈപ്പാസുകളും പോലീസ് അടച്ചുകളാണ്. അങ്ങാടിപ്പുറത്തെത്തിയപ്പോൾ അവിടെ ബ്ലോക്ക്, മലപ്പുറത്തെ ബ്ലോക്ക്, രണ്ടും കൂടെ 1.5 മണിക്കൂർ പോയി. അല്ലെങ്കിൽ നേരത്തെ കൃത്യസമയത്ത് തന്നെ എത്തുമായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ വേണ്ടി പോയാൽ സാധാരണ KSRTC ബസ് സ്റ്റാൻഡിലെത്തിയാൽ അവിടെ ഉടനെ വിളിച്ചു പറയും KSRTC ബസ് കട്ടപ്പുറത്താണ്, ഇന്ന് റൂട്ടിലേക്ക് സർവീസ് ഇല്ല. അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ പറയും ജയന്തി ജനത എക്സ്പ്രസ് ഡൽഹിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കോഴിക്കോട് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടും.
അവിടെ നിന്ന് നേരെ എന്നാ വൈകാതെ ഫ്ലൈറ്റിൽ കോഴിക്കോടിന് ഫ്ലൈറ്റ് കയറാന്ന് ഓർത്താൽ അവിടെ ചെന്നാൽ ജീവിതത്തിൽ ഇന്നേ വരെ സമയത്ത് വരാത്ത എയർ ഇന്ത്യ കോഴിക്കോടേക്ക് ഇന്നില്ല എന്ന് പറഞ്ഞു. എല്ലാം ജീവിതത്തിൽ വൈകിയാണ് കൊടുക്കുന്നത്. നമ്മുടെ കേരള എക്സ്പ്രസ് ഒക്കെ ഏതാണ്ട് 2 ദിവസമൊക്കെ ഒരു ദിവസം 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ വൈകി വരുമെന്നാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്കാണ് തിരുവനന്തപുരം നിന്ന് കേരള എക്സ്പ്രസ് ട്രെയിൻ ഡൽഹിക്ക് പോവുക. 10 മണിക്ക് തിരുവനന്തപുരം, 11 മണിക്ക് ആലപ്പുഴ, 12:30 മണിക്ക് എറണാകുളം സെൻട്രൽ, 2:30 മണിക്ക് തൃശൂർ, 4:30 മണിക്ക് കോഴിക്കോട്. ഇങ്ങനെ പോകുന്ന കേരള എക്സ്പ്രസ് പിറ്റേ ആഴ്ച തിരുവനന്തപുരത്ത് കൃത്യം 10 മണിക്ക് തന്നെ തിരിച്ചെത്തും. ഇന്നേ വരെ ആ തീവണ്ടി കറക്റ്റ് സമയത്ത് തിരുവനന്തപുരം പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല. 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ വൈകിയ വരിക. ഒരു ദിവസം യാത്രക്കാർ മുഴുവനും പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കറക്റ്റ് തിങ്കളാഴ്ച 10 മണിക്ക് കേരള എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ വന്നു. സന്തോഷഭരിതരായ യാത്രക്കാർ മുഴുവനും അത് കൃത്യസമയത്ത് എത്തിച്ച എഞ്ചിൻ ഡ്രൈവർക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്നൊരു പൂമാലയൊക്കെ വാങ്ങിച്ച് എഞ്ചിൻ ഡ്രൈവർ ഇറങ്ങി വന്നപ്പോൾ യാത്രക്കാരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ കഴുത്തിലിട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ യാത്രക്കാർ പറഞ്ഞു, പത്ര ഇന്നേ വരെ തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച 10 മണിക്ക് ട്രെയിൻ എത്തിയിട്ടില്ല. അത് കൃത്യമായി ഇന്ന് എത്തിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു സ്വീകരണം തന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പത്ര നിങ്ങൾക്ക് തെറ്റിപ്പോയി. സാധാരണ ഇത് 10 മണിക്കൂറൊക്കെ വൈകിയ വരിക. ഇത് ഇപ്രാവശ്യം ഒരാഴ്ച വൈകിയാണ് വരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച വരേണ്ട വണ്ടിയാണ് ഇപ്പൊ ഈ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് എഞ്ചിൻ ഡ്രൈവർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ജീവിതത്തിലെല്ലാം വൈകി ഓടും. ഇപ്പൊ ഞാനും 10 മണിക്ക് വരാൻ പറഞ്ഞാൽ ഞാനും 11:20 തങ്ങൾ ഉദ്ഘാടനത്തിനെത്താന്ന് പറഞ്ഞാണ് തങ്ങളുടെ തിരക്കൊണ്ട് തങ്ങളത് സമാപനത്തിലേക്ക് എല്ലാം വൈകിയേ വരും. പക്ഷേ ജീവിതത്തിൽ കൃത്യമായി വൈകാതെ സമയക്ലിപ്തതയോടെ ഘടികാര നിർബന്ധ ശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഒന്ന് മാത്രമേയുള്ളൂ, അത് മരണമാണ്. فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അവനെപ്പോൾ മരിക്കണമെന്ന് നിർബന്ധമായി തീരുമാനിച്ചാൽ ആ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. ഒരു മിനിറ്റ് പോലും അവിടെ നിന്ന് മുന്തലുമില്ല, ഒരു മിനിറ്റ് പോലും പിന്തലുമില്ല. ഘടികാര നിർബന്ധതയോടെ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന സമയം തെറ്റാണ് കാത്തിരിക്കുന്ന സമയത്ത് വരുന്ന ഒന്നേയുള്ളൂ. അത് മരണമാണ്, മരണമാണ്, മരണമാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞപ്പോ ആ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു ദിവസം പോലും, ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും വൈകി വരാത്ത ആ മരണത്തെ കാത്തിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ആ ദിവസത്തെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അടിക്കടി നമ്മളെ ഓർമ്മിപ്പിച്ചതെന്ന്. ജീവിതത്തിൽ ഏത് ദിവസവും വരാൻ കഴിയുന്ന നാളത്തെ അസ്തമയം ഇന്നത്തെ അസ്തമയമാണോ അതല്ല നാളത്തെ ഉദയമാണോ, ഏതാണ് തന്റെ കാഴ്ചയിൽ നഷ്ടപ്പെടുന്നത് എന്നറിയാതെ ജനനമൃതികളുടെ ഇടയിലുള്ള ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ അറിയാതെ കടന്നു വരുന്ന ആകസ്മികമെന്നോ അകാലമെന്നോ ഒക്കെ നമ്മൾ മലയാള ഭാഷയിൽ പറയുമെങ്കിലും അകാല മരണം എന്നുള്ളത് ഇസ്ലാമിലില്ല. കാലമെത്തി തന്നെ അള്ളാഹുവിന്റെ മരണദൂതൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈ വളരെ ഹ്രസ്വമായൊരു സമയത്ത് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഏത് സമയത്തും വൈകി വരുന്ന ഈ ലോകത്തിന് മുമ്പിൽ, സമയകൃത്യതയില്ലാത്ത ലോകത്തിന് മുമ്പിൽ ഇപ്പോഴും നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു ദിവസം വത്തഖൂയൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളൊരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത അന്നത്തെ ദിവസമാണ് പടച്ചറബിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതെന്നാണ്. ജീവിതത്തിന്റെ ദൗത്യം മതിയാക്കി, നിന്റെ ആയുസ് മതിയാക്കി, നിന്റെ ഭാര്യ സന്താനങ്ങളോടുള്ള സഹവാസം മതിയാക്കി എല്ലാം വിട്ടിട്ട് നീ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്ന ദിവസം അതാണ്. അങ്ങനെ ഒരു ദിവസത്തിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ഭൂമിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടത്. ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണേ. സമയബന്ധിതമായി
നിന്നെ വിളിക്കാൻ വിളിയാളെത്തുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണേ. അല്ലാഹുവിലേക്ക് തിരിച്ചു വിളിക്കുന്ന ദിവസത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതെങ്ങനെയാണ്? ആ ഒരുങ്ങേണ്ടതെന്ന അവസാനത്തെ മുന്നൊരുക്കത്തിന്റെ പാതയും പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരുങ്ങേണ്ടത് നല്ല വസ്ത്രം ധരിച്ചിട്ടല്ല, യാത്ര പോകാൻ അത്ര ദൂഷിയിട്ടല്ല. പിന്നെയോ തസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വാ. നിങ്ങൾ ദീർഘദൂര യാത്ര പോവുകയാണ് ഈ ഭൂമിയിൽ നിന്ന് മണ്ണിന്റെ അടിയിലേക്ക്. ആ മണിയിൽ യുഗാന്തരങ്ങളോളം, ആ കബറിന്റെ അടിയിൽ എത്രയോ വർഷങ്ങൾ ആരടി മണ്ണിലേക്ക് അടക്കം ചെയ്യപ്പെട്ടാൽ പിന്നെ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ രണ്ടാമതൂതുന്നവരെ നീണ്ടു കിടക്കുന്നൊരു യാത്ര. അവിടെ നിന്നോ പിന്നെ പരലോകത്തിലേക്കുന്ന ഒരു യാത്ര. ആ യാത്രയുടെ ദൗത്യമോ ഒരു ദിവസത്തിന് 50,000 ദിവസത്തിന്റെ ദൈർഘ്യമുള്ള കാലാകാലത്തോളം പ്രതീക്ഷയോടെ കഴിയുന്ന മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ്. മാനവാ ഏറ്റവും വലിയ യാത്രയിലോട്ട് കടന്നു ചെല്ലുമ്പോ ആ സമയത്ത് നിന്റെ കയ്യിൽ എന്താകേണ്ടത്? ഈ ഭൂമിയിലെ നൈമിഷികമായ ജീവിതത്തിൽ അല്ലാഹുവിനെ അനുസരിച്ച് തഖ്വയോടെ എപ്രകാരം ജീവിച്ചിരുന്നുവോ എന്റെ ജീവിതത്തിൽ ആണ് നിന്റെ പരലോക ജീവിതത്തിന്റെ പാതയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഗുണം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആദ്യത്തെ അടയാളം അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ ഈമാനോടുകൂടെ തന്നെ തഖ്വയുമുള്ളവരായിരുന്നു. അവർക്ക് ഈമാൻ മാത്രമല്ല, ആ ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകാനൂ യത്തഖൂൻ. മഹാനായ കാലത്തിന് ആത്മീയ പൂരണ സദസ്സിലൂടെ നടന്നുപോയ മഹാനായ കണ്ണിയത്തുസ്താദിന്റെ ഒരു ഉത്തത്തുമായിരിക്കുമ്പോ കണ്ണിയത്തുസ്താദിനെ പോലെ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെ സമസ്ത കേരള ചെന്നീയുടെ പാതയെ തിരുവനന്തപുരത്ത് നേതൃത്വം നൽകിയവര് ഗുണമേതെന്ന് ചോദിച്ചപ്പോ അല്ലാഹു അവരുടെ പുറകിലുള്ള ആൾക്കൂട്ടത്തെ കുറിച്ചല്ല, അവരുടെ ഭൗതികമായ മാനദണ്ഡങ്ങളെ കുറിച്ചല്ല. അവര് തഖ്വയോടെ ജീവിച്ചവരാണ്. അവര് വല്ലാതെ തഖ്വയുള്ളവരായിരുന്നു എന്നല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ജീവിതത്തിലുണ്ടാകേണ്ട പരലോക ജീവിതത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയം തഖ്വയാണ്. എന്താ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളമായി തഖ്വയെ കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ തഖ്വ? ഭൗതികമായ ലോകത്തിന്റെയും പാരത്രികമായ ജീവിതത്തിന്റെയും വിജയം അള്ളാഹു വെച്ചിരിക്കുന്നത് തഖ്വയിലാണ്. അള്ളാഹു വെച്ചിരിക്കുന്നത് തഖ്വയിലാണ്. ആ തഖ്വ കൊണ്ട് ഭൂമിയിൽ ആഖിറത്തിൽ നമുക്ക് നേട്ടമുണ്ടാവും. നമ്മുടെയൊക്കെ ധാരണ ഔലിയാക്കളായത്, സൂഫിയാക്കളായത് തഖ്വ എന്ന മാനദണ്ഡത്തിലാണ്. എന്താണ് തഖ്വ? നമ്മുടെയൊക്കെ ധാരണ തഖ്വയുണ്ടായാൽ ദുനിയാവിൽ പിന്നെ ഒന്നും നടക്കൂല, ആഖിറത്തിലേക്ക് പിന്നെ യാത്ര ചെയ്യാനേ പറ്റൂ. ദുനിയാവിൽ ഒന്നിനോടും ഒരു വിരക്തിയായി നമ്മൾ ഈ ഭൂമിയിൽ ഒതുങ്ങിക്കൂടേണ്ടി വരും എന്ന ഒരു ചെറിയ ഒരു ആത്മീയ പ്രതീകത്തിന് മാത്രമാണ് നമ്മൾ തഖ്വ എന്ന് പറയുക. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവിലെ നേട്ടം അല്ലാഹു വെച്ചിരിക്കുന്ന തഖ്വയിലാണ്. ഈ കുറച്ച് സമയം കൊണ്ട് തഖ്വയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്ന തഖ്വയുള്ളപ്പോഴാണ്. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്ന തഖ്വ ഉണ്ടാകുമ്പോഴാണ്. ആയുസ്സിൽ ബറക്കത്തുണ്ടാകുന്ന തഖ്വ ഉണ്ടാകുമ്പോഴാണ്. കുടുംബത്തിൽ വീട്ടിൽ ബറക്കത്തുണ്ടാകുന്ന തഖ്വ ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ വീട്ടിലെ അസുഖം മാറാനും കച്ചവടത്തിൽ ലാഭം കിട്ടാനും പറ്റിയ സ്ഥലത്തുണ്ടെങ്കിൽ അന്വേഷിച്ചെടുക്കാം. നമുക്ക് നിക്കരിക്കാനും വയ്യ, നോമ്പുടിക്കാനും വയ്യ. ഇങ്ങനെ പരതയടക്കാണ് കച്ചവടത്തിൽ. ഈ 10 ഏക്കർ സ്ഥലം വിറ്റ 12 ഏക്കറിന്റെ പൈസ കിട്ടുന്ന ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ അതന്വേഷിച്ചിട്ട് അടക്കുക. എന്നാൽ നമുക്ക് നോമ്പുടിക്കാനും വയ്യ, ദിക്റില്ലാനും വയ്യ, നമുക്ക് നിക്കരിക്കാനും വയ്യ. നമുക്ക് അതുമേ പോയി മുത്തിയിട്ട്, അത് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും വേണ്ടൂല്ല, അതിപ്പോ ചെരുപ്പിൽ പോയി മുത്തിയിട്ടാണെങ്കിലും വേണ്ടൂല്ല. ദുനിയാവിലുള്ള എന്തെങ്കിലും ഒരു നേട്ടം കിട്ടണം. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകണമോ? ബറക്കത്ത് തരേണ്ടത് അള്ളാഹുവാണ്. ബറക്കത്ത് ആരുടെ കയ്യിലാണ്? കച്ചവടത്തിലെ ബറക്കത്ത് അള്ളാഹുടെ കയ്യിലാണ്. അതെവിടെയാ കിട്ടുക?
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വലൗ അന്ന അഹ്ലൽ ഖുറാ വത്തഖൂന ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഇത് പറയുന്നത് അഹ്മദ് കബീർ അല്ല, ഇത് അല്ലാഹു ആണ് പറയുന്നത്. വലൗ അന്ന അഹ്ലൽ ഖുറാ, ഏതെങ്കിലും ഗ്രാമനിവാസികൾ, ഏതെങ്കിലും ഒരു നാട്ടുകാർ, അത് വാഴക്കാടുകാരാകട്ടെ എടവണ്ണപ്പാറക്കാരാകട്ടെ, ഏതെങ്കിലും ഒരു നാട്ടുകാർ, വലൗ അന്ന അഹ്ലൽ ഖുറാ, ഏതെങ്കിലും ഒരു ഗ്രാമനിവാസികൾ ആമനൂവർക്ക് അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടായി, അതിനോടൊപ്പം തന്നെ വത്തഖൂ, അവര് ജീവിതത്തിൽ തഖ്വയുള്ളവരായാൽ, അവര് കച്ചവടത്തിൽ തഖ്വയുള്ളവരായാൽ, അവര് കുടുംബ ജീവിതത്തിൽ തഖ്വയുള്ളവരായാൽ, അല്ലാഹു പറയാൻ അവർക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം ഏതെന്നറിയോ? ഫതഹ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളുടെ ബറക്കത്തിന്റെ വാതിലുകൾ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഫതഹ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ ഏതൊക്കെ ബറക്കത്തിന്റെ വാതിലുകളുണ്ടോ ആ വാതിലുകൾ മുഴുവനും ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പക്ഷേ അവർക്ക് ഈമാൻ ഉണ്ടാകണം, തഖ്വയുണ്ടാകണം. നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാൽ, മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന സഹീഹായ ഹദീസുണ്ട്. ഞങ്ങളുടെ ദിവസം ശക്കൂനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുതവസ്സിലുൻ ബുർദത്തൻ ലഹു ഫീ ദില്ലിൽ കഅബ, കഅബാലയത്തിന്റെ മുൻഭാഗത്ത് തന്റെ കൈമുട്ട് മടക്കി വെച്ച് ആ കൈമുട്ടിലേക്ക് തന്റെ റിസാലത്തിന്റെ നെറ്റിലേക്ക് വെച്ച് മയങ്ങിക്കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ആരാ? ഖബ്ബാബ് റളിയല്ലാഹു തആല മക്കാ ഖുറൈശികളുടെ അടിമപ്പണി ചെയ്ത് മുസ്ലിമായതിന്റെ മേലെ കത്തിച്ചൊലിച്ചു കിടക്കുന്ന തീക്കുട്ടകളിലേക്ക് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ മലത്തിക്കിടത്തിയിട്ട് നെഞ്ചിൽ ഭാരമുള്ള കരിങ്കല്ലെടുത്ത് വെച്ച് ശരീരം മുഴുവനും കത്തിക്കരിയുന്ന രൂക്ഷഗന്ധവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ തസ്തൻസിറു ലനാ അലാ തദഉ ലനാ യാ റസൂലല്ലാഹ്. നബിയേ, ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് പച്ചമാംസം കത്തിക്കരിഞ്ഞ് കിടക്കുന്ന ഈ കട്ടയിലേക്ക് നഗ്നമായ ശരീരം വെച്ച് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയ ശരീരം കാണിച്ചുണ്ട്. നബിയേ, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല. നബിയേ, അലാ തദഉ ലനാ, ഈ ഖബ്ബാബിന്റെ ദുരിതങ്ങളൊന്നു മാറാൻ, പ്രയാസങ്ങളൊന്നു മാറാൻ നബിയേ അലാ തദഉ ലനാ, എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യുമോ ദുരൂരരെ? ആരാണ് പറയുന്നത്? മക്കാ ഖുറൈശികളുടെ അടുക്കളയിൽ അടിമവേല ചെയ്തു ശരീരം മുഴുവനും പൊന്തുനേറി അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ടാണ് പറയുന്നത്, നബിയേ, എന്നെ സഹായിക്കാൻ ആരുമില്ല യാ റസൂലല്ലാഹ്, അങ്ങെങ്കിലും എനിക്കൊന്ന് ദുആ ചെയ്യുമോ? ആ ഹദീസ് വിശാലമാണ്. ഈ ഹദീസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. മർദ്ദനം സഹിക്കാൻ കഴിയാണ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേന്ന് പൊട്ടിക്കരഞ്ഞ് നിസ്സഹായനായി പറഞ്ഞ സഹാബിയാണ് ബഹുമാനപ്പെട്ട ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. ഹദീസ് വിശാലമാണ്. നബി ഞങ്ങൾ ഖബ്ബാബ് റളിയല്ലാഹു തആല സാന്ത്വനിപ്പിക്കുന്നുണ്ട്. ഹദീസ് ഞാൻ അവിടെ വെക്കുക. ഇപ്പൊ ഖബ്ബാബിന്റെ രൂപം ആര് സഹായിക്കാനില്ലാതെ ശരീരം മുഴുവനും മുറിവ് വന്നിട്ടിരിക്കുകയാണ്. ആര്? നിങ്ങൾ എന്നിട്ട് മനുഷ്യന്മാരിരുന്ന് ഉറങ്ങണം. ഈ സൗണ്ട് കേട്ട് നിങ്ങൾ ഇച്ചിരി കറാമത്തുള്ള ആളുകൾ അല്ല, ഇമാതിരി സൗണ്ട് കേട്ടിട്ട് പിന്നെ നിങ്ങൾ ഉറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കറാമത്തുകളൊക്കെ വേണം. ഖബ്ബാബ് റളിയല്ലാഹു പറ, ഖബ്ബാബ് റളിയല്ലാഹു അവിടെ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീനയിലേക്ക്. ഞാൻ ഈ ആയത്ത് അള്ളാഹു പറയാ, ഒരു നാട്ട് തഖ്വയുണ്ടായാൽ ഞാൻ അവർക്ക് ബറക്കത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ഹിജ്റ കഴിഞ്ഞു മദീനയിൽ, മക്കമ്പത്ത് കഴിഞ്ഞ് തിരിച്ചു വീണ്ടും മദീനയിലെത്തി. ഒരു ദിവസം മദീനത്തെ പള്ളിയിലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു വഴിപോക്കൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
നബിയേ, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മക്കൾക്ക് ധരിക്കാനുള്ള വസ്ത്രം പോലും ഇല്ല നബിയേ, അങ്ങെന്തെങ്കിലും എനിക്ക് തരുമോ എന്ന് മദീനത്തെ പള്ളിയിലെ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ ആ സമയത്തൊന്നൊരു യാചകൻ അല്ലാഹുവിന്റെ റസൂലിനോട് യാചിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് മദീനയുടെ മുത്തുതോലിച്ചുവത്രേ, ഈ വന്ന വഴിപോക്കരെ ആരാണെന്ന് സഹായിക്കുക. പറഞ്ഞ തീരെ നാമത്തെ സഹാബത്തിന്റെ മധ്യത്തിൽ നിന്നൊരു സഹാബി എഴുന്നേറ്റു നിന്നു. എന്തിനാണ് ഈ വഴിപോക്കനെ സഹായിക്കാൻ ഒരാളെ അങ്ങ് തേടേണ്ടതെന്തിനാ? ഈ വഴിപോക്കനെ സഹായിക്കാൻ ഒരാളെ അങ്ങ് അന്വേഷിക്കുന്നത് എന്തിനാണ് നബിയേ? അങ്ങേക്കറിയാമ എന്റെ വീടിന്റെ മുൻഭാഗത്തൊരു റൂം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മുറി മുഴുവനും ദീനാറുകളും തെരുവുകളും നിറച്ചിട്ടിരിക്കുന്ന നബിയേ, എന്റെ ആ വീടിന്റെ മുറിക്ക് ഞാൻ വാതിൽ പോലും പിടിപ്പിച്ചിട്ടില്ല. 24 മണിക്കൂറും തുറന്നു കിടക്കുന്ന വാതിലുകളുള്ള ദീനാറുകളും തെരുവുകളും കുമിഞ്ഞു കൊടുക്കുന്ന ഇതിലൊരു റൂം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മദീനയിലെ ഒരു പാവപ്പെട്ടവൻ വന്നാലും അവിടെ വന്നവൻ ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോകാൻ എന്റെ വീട്ടിൽ ഞാൻ ദീനാറുകളും ദുരകമകളും നിറച്ച ഒരു മുറി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് അറിയുമല്ലോ. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതാണെന്നറിയോ? ചില്ലറ വർഷങ്ങൾ കൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വീടിന് മുമ്പിൽ ഒരു റൂം ഉണ്ടാക്കി അതിന് ദീനാറുകളും നിറച്ചിട്ട സഹാബിയാണെന്നറിയോ? ആ സഹാബിയാണ് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബിയുടെ അടുക്കൽ വന്നിട്ട് നബി എനിക്ക് വേണ്ടി കൊണ്ട് ദുആ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ സഹാബി. ആ സഹാബി ഒരു വർഷങ്ങൾ വരുന്നപ്പോ പാവപ്പെട്ടവർക്ക് വാരി കോരി കൊടുക്കാൻ കഴിയുന്ന ധനാഢ്യരായതെങ്ങനെയാ? അതാ സഹാബിക്ക് സൂപ്പറിലോട്ട് അടിച്ചത് കൊണ്ടല്ല, കച്ചവടം നടത്തിയത് കൊണ്ടല്ല, ഹറാമിന്റെ സമ്പാദ്യം വന്നത് കൊണ്ടല്ല. പിന്നെയോ ഓലോ അന്നഹിൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അഭിമായ നബിതങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യുമ്പോ തങ്ങളുടെ കച്ചവട മാർഗങ്ങൾ മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി അഭിമായ നബിതങ്ങളുടെ പുറകിൽ ഭാണ്ഡക്കെത്തിച്ചു വന്നുകൊണ്ട് അവർക്ക് അല്ലാഹു ആകാശഭൂമികളുടെ ബറക്കത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തപ്പോ, അതുകൊണ്ടാണ് ഞാൻ പറയുക, എവിടെയാണോ തഖ്വയുള്ളത് അവർക്കാണ് ഭൗതികമായ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറുക. കാരണം ഇത് പറയുന്ന ഞാനെന്നറിയുമോ? LDFന്റെ UDFന്റെ പ്രകടനപത്രികയല്ല, ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാഗ്ദാനമല്ല, ഇത് അച്ഛാദിൻ വരുമെന്നുള്ള പ്രതീക്ഷയല്ല. ഇത് പറയുന്ന ഞാനെന്നറിയുമോ? ذلك الكتاب لا ريب فيه هدى للمتقين. ذلك الكتاب, ഈ വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ ലാ റൈബ ഫീഹി, പിന്നീട് അതിന് സംശയത്തിനിടയില്ല, പിന്നെ ഒരു ചർച്ച ആവശ്യമില്ല, പിന്നെ അതിനെക്കുറിച്ച് ചർവണം വേണ്ട. ഇത് പടച്ചറപ്പ് പറഞ്ഞു ജീവിതത്തിൽ പക്വതയുണ്ടാവുക. അവർക്കാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്മാർഗം. എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കിട്ടുന്നുണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് അബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കസേര കൊണ്ടുവന്നോ അത് പറഞ്ഞു നോക്കിയിരിക്കുക. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി 2 മണിക്കൂറൊന്നും വാള് പറയണ്ട, അരമണിക്കൂർ ഖുർആൻ മാത്രം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ, തഖ്വ ഉണ്ടായാൽ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും. അല്ലാതെ ഇങ്ങനെ ഓടി നടന്ന് കച്ചവടം ചെയ്യണമെന്നൊന്നും ഇല്ല. ഓടേണ്ട കാര്യമില്ല. അപ്പോ 8 മണിക്ക് തുറന്നില്ലെങ്കിൽ മറ്റവന്റെ കടയിലും പോകുമെന്നാണ് നമുക്ക് ബേജാറ്. എന്തിനാ ബേജാറ്? ഞാൻ 8 മണിക്ക് തുറന്നില്ല, 10 മണിക്കേ കട തുറന്നുള്ളൂ. അടുത്ത സ്വർണ്ണ കച്ചവടക്കാരെ 8 മണിക്കേ തുറന്നു. എന്നാലും നിന്റെ കടയിൽ വരേണ്ടവനെ അള്ളാഹു പിടിച്ചു നിർത്തിയിരിക്കും. അന്നവൻ 8 മണിക്ക് ഇറങ്ങിയ മിക്കവാറും വന്ന വണ്ടിയുടെ ടയർ അല്ല പഞ്ചറാക്കിയിട്ടുണ്ടോ? 10 രൂപ എത്തും. കാരണം എന്താ? നീ എന്തിനാ ഓടെ ബോഹറിന് ബാങ്ക് വിളിക്കുമ്പോ നീ എന്തിനാ ഭയക്കുന്നേ? അള്ളാഹുവിനത് പ്രശ്നമല്ല. കാരണം ഞാൻ പറയുന്നത് ഖുർആനാണ്, നിങ്ങൾ ശ്രദ്ധിച്ച കേൾക്കീൻ. ആഖിറത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു ഓടിപ്പൊക്കോളാൻ പറഞ്ഞു. ഖുർആൻ ഞാൻ പറയുന്ന മുഴുവൻ ഖുർആനാണ്. അള്ളാഹു ബോധം തരട്ടെ. കേട്ടിട്ട് ഒരാൾക്കും ബോധം ഉണ്ടായിന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ബോധം ഉണ്ടാകണമെന്നുണ്ടല്ലോ രാമീൻ പറയുള്ളൂ.
അള്ളാഹു ബോധം തരട്ടെ. അവിടെയൊക്കെ പ്രയോഗിച്ച അള്ളാഹുവിന്റെ സ്വർഗം വേണോ വസാരോ, നിങ്ങൾ ഓടിപ്പോകണേ. കാരണം നിങ്ങൾക്ക് മുമ്പേ വേറൊരുത്തന്നത് കരസ്ഥമാക്കിയേക്കാം. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച നിങ്ങൾ നടന്നു പോകരുത്. ഫസ്റ്റ് നിങ്ങൾ ഓടിപ്പോകണേ. എന്നാലേ നിങ്ങൾക്ക് ആഖിറത്തിന്റെ പ്രതിഫലം കിട്ടൂ. എത്ര നേരെ പള്ളിയിലെത്തുന്നു അത്രയ്ക്കാണ് ആഖിറം നിങ്ങൾ കയ്യിൽ കിട്ടുക. അതുകൊണ്ട് ആഖിറത്തിന്റെ കാര്യം എവിടെയൊക്കെ വന്നു അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞത് ഫസ്റ്റ് നിങ്ങൾ ഓടിപ്പോകണേ. ആഖിറത്തിന്റെ കാര്യം ആഖിറത്തിന്റേതാണെങ്കിൽ ആദ്യം പോകുന്നവനാണ് കിട്ടുക. കാരണം ആഖിറത്തിന്റെ കാര്യത്തിൽ ആദ്യം എത്തുന്നവരോടാണ് അള്ളാഹുവിന് ഏറ്റവും അടുപ്പമുള്ളത്. അവനാണ് അള്ളാഹുവിനൊക്കെ ഏറ്റവും അടുപ്പമുള്ളത്. ഉലൈകൽ മുഖർറബൂൻ. ആദ്യം ആഖിറത്തിന്റെ കാര്യത്തിൽ ഓടിയെത്തുന്നവരാണ് ഉലൈകൽ മുഖർറബൂൻ. അവരാണ് അള്ളാഹുവിനെ ഏറ്റവും അടുത്തവർ. അതുകൊണ്ട് ആഖിറത്തിന്റെ കാര്യം പറയുമ്പോൾ ഓടണം. അവൻ പറയണേക്കാൾ മുമ്പ് എനിക്ക് പറയണം. അപ്പൊ ഞാൻ ഒരു 1,00,000 രൂപ പറയാൻ പറഞ്ഞ ആദ്യം ചാടി എഴുന്നേച്ചോട്ട് പറയണം. ആദ്യം പറയണവന്റെ പ്രതിഫലം അല്ല രണ്ടാമതുള്ളത്. കാരണം അത് ആഖിറത്തേത്. നോക്കട്ടെ, ആരെങ്കിലും പറയൂ 1,00,000. ആദ്യം ചാടി എഴുന്നേച്ചിട്ട് പറഞ്ഞു കാരണം ഇത് ആഖിറത്തിൻ്റെത്. പക്ഷേ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞെന്താ, നീ നടന്നു പോയാൽ മതി, നിനക്കുള്ള ഇവിടെ കാണും. ഖുർആൻ പഠിക്കണ്ടേ നമ്മൾ ഇങ്ങനെ എഴുന്നിട്ട് ഓതിയത് മനസ്സിലാവൂ. ഖുർആൻ ഇങ്ങനെ ആഴത്തിൽ പഠിക്കണം. മറിച്ച് ദുനിയാവിന്റെ കാര്യം വന്നപ്പോഴോ والذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. والذي الله അറിയുമോ, അവനാണ് ഈ ദുനിയാവിനെ നിങ്ങൾ കടിമപ്പെടുത്തിത്തന്നവന്. അതുകൊണ്ട് ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. ആ ദുനിയാവിലെ ഭക്ഷണത്തിനെ തേടി പോകുമ്പോ ഫംശൂ നിങ്ങൾ നടന്നു ചെല്ലുക. ഫംശൂ കട തുറക്കാൻ ഓടണം, നടന്നാ മതി. ഫംശൂ ഫീ മനാകിബിഹാ, നിങ്ങൾ നടന്നു ചെന്നാൽ മതി. നിങ്ങൾക്കുള്ളത് പടച്ചറപ്പടെ വെച്ചിട്ട് തന്നെയുണ്ട്. അതൊരിക്കലും അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോകില്ല. അതൊരു കൂടോത്തത്തിന് നിന്റെ റിസ്കിനെ തടയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഈമാൻ നിനക്കുണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ആഖിറത്തിന്റെ കാര്യത്തിൽ ഓടണം, ദുനിയാവിന്റെ കാര്യത്തിൽ നടക്കണം. ഇതാണ് ഖുർആന്റെ അധ്യാപനം. അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യത്തിൽ ഓട്ടപ്പാച്ചിൽ കൊണ്ടൊന്നും കിട്ടില്ല. ഈമാനും ഉണ്ടാകണം, തഖ്വയുണ്ടാകണം. എല്ലാ പ്രയാസം അല്ലാഹു മച്ചിട്ട്. ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ചുരുങ്ങിയ വർഷം കൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറി. ആ സഹാബി റളിയല്ലാഹു അവരെന്ത് ചെയ്തിട്ടാ? അവര് ബാങ്കിൽ പൈസ ഇട്ടിട്ട? അവർക്ക് ലോട്ടറി അടിച്ചിട്ട? അത് പക്ഷേ ഈമാനോടുകൂടെ തഖ്വ. അതാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രത്യേകത. ദുനിയാവിനെ അവർ വളരെ നിസ്സാരമായിട്ട് കണ്ടു. അതുകൊണ്ട് അല്ലാഹു ദുനിയാവും അവരെ കയ്യിൽ കൊടുത്തു, ആഖിറവും കയ്യിൽ കൊടുത്തു. ദുനിയാവ് കയ്യിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീടോ കാറോ ഉണ്ടാവലല്ല. മരിച്ചിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴും മനുഷ്യരിങ്ങനെ ഒന്നിച്ചു കൂടിയിട്ട് അല്ലാഹു മഗ്ഫിറഹു എന്ന് പറയാൻ കഴിയുക. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ബഹുമാനം. അല്ലാഹു മഹാനവറുകളുടെ ദറജകൾ അല്ലാഹു എത്തിക്കൊടുക്കട്ടെ. നമ്മൾ മരിച്ച ആരുണ്ടാവും? മണ്ണിട്ട് മൂടിയ പിന്നെ കാണാൻ ആരുണ്ടാവും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഖ്വ എന്നത് അത് ഹൃദയത്തിലുണ്ടാകേണ്ട ഒന്നാണ്, ഒരു സൂക്ഷ്മത. അത് നമ്മുടെ അടയാളം. നിസ്കാരത്തടമ്പ് കൊണ്ടൊന്നും ഉണ്ടാവില്ല. മംഗലാപുരം കുറച്ച് 100 പവൻ കൊള്ളയടിച്ച ആളെ 1-ാം പ്രതി അറസ്റ്റ് ചെയ്തപ്പോ അയാൾക്ക് തഴമ്പുണ്ട്, തുപ്പിയുണ്ട്, താടിയുണ്ട്. 1-ാം പ്രതിക്ക് അറസ്റ്റ് ചെയ്ത സർക്കിൾ ചോദിച്ചു, അത്രയുടെ പകയാ 300 പവൻ നീ കൊള്ളയടിച്ചിട്ട് എന്റെ കഴുത്തുമ്മ നീട്ടില്ലല്ലോ.
അപ്പൊ അതില്ല, നമ്മുടെ മദ്ഹബി ഹറാമാണ്. ഹലോ, ഇത് ഞാനൊരു തമാശ ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? രണ്ടാമത് പെണ്ണ് കെട്ടാൻ വേണ്ടി ഭാര്യ സമ്മതിക്കാതിരുന്നപ്പോ റമദാൻ കോഴിക്കോട് അങ്ങാടിയിൽ വന്ന് പെരുന്നാളിനുള്ള ഉടുപ്പ് എടുത്തിട്ട് ഭാര്യയും മക്കളെയും സ്കൂട്ടറിന്റെ മുമ്പിലും പുറകിൽ ഇരുത്തിക്കൊണ്ടുപോയി കൊന്നവൻ അന്നവൻ സുബൈ മനസ്സിലാവനുണ്ടോ? അന്നയാള് സുബൈ നിസ്കരിച്ചിരുന്നു, അന്നവൻ നോമ്പ് പിടിച്ചിരുന്നു, അന്ന് മഗ്‌രിബിന്റെ ബാങ്ക് മുഴക്കുന്നവൻ നോമ്പ് പിടിച്ചിരുന്നു. അല്ലാഹുമ്മ ലക സ്വന്തു വബിക്കാമന്നു അല്ലാഹുവേ വബിക്കാമന്നു, നിന്നിൽ ഞാൻ വിശ്വസിച്ചവനാണ്, എനിക്ക് ഈമാനുള്ളവനാ എന്നവന്റെ നാവ് കൊണ്ടവന് പറഞ്ഞവനാണ്. അവനാണെന്ന് രാത്രി പാവപ്പെട്ട ഭാര്യയിൽ നിന്ന് മക്കളെയും പകത്തിലേക്ക് അതുകൊണ്ട് സഹോദരങ്ങളെ, അടയാളങ്ങളല്ല, അടയാളങ്ങൾക്ക് ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയണം. അടയാളങ്ങളെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ കഴിയണം. അതുകൊണ്ട് അടയാളങ്ങൾ വഞ്ചിതരാവല്ലേ. അങ്ങനെയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വരുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹു തആല അടക്കമുള്ള സഹാബത്തുകളെ സഫുകളെ ശരിയാക്കി കൊടുത്ത ഓരോ സഹാബത്തിനോട് സഫാക്കണേ, നിങ്ങളല്ല സഫ് ശരിയാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ മദീനത്തെ 5 വക്കത്തിന് സഫ് ശരിയാക്കി കൊടുത്ത ഹബീബായ നബി തങ്ങൾ വരുന്നുണ്ടെന്നുള്ള സന്തോഷവാർത്ത വിളിച്ചു പറഞ്ഞ മദീനത്തെ പള്ളിയിലും മുസ്ലിം പുറകിലെ കൈകെട്ടി നിസ്കരിച്ച ആളാണ്. ആളെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താ? അയാൾ എവിടെയായിരിക്കും? സ്വർഗത്തിന്റെ ഏത് തട്ടിലായിരിക്കും? 5 നേരവും സഫ് ശരി, സവു നിങ്ങൾ സഫ് ശരിയാക്കണേ. യഖ്റുദൈലൈന റസൂലുള്ളാഹ് മുത്തുനബി വരുന്നുണ്ട്, സഫ് ശരിയാക്കി നിൽക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളുടെ സഫ് ശരിയാക്കി കൊടുത്ത 5 വക്കത്ത് നബി തങ്ങളുടെ പുറകിൽ കൈകെട്ടി നിസ്കരിച്ച ആൾ അതെവിടെയായിരിക്കും? പറമനുഷ്യന്മാർ അതെവിടെയായിരിക്കും? ഞാൻ ഗൂഗിളിൽ നോക്കണം. സ്വർഗത്തിലല്ലേ? എന്താ വ്യത്യാസം? ഇവിടെ ഒന്ന് അടയാളങ്ങളും ആത്മീയവും തമ്മിലുള്ള സംഘട്ടനമാണ് നമ്മൾ നടക്കുന്നത്. ഇവിടെ അടയാളങ്ങളിലും ആരവങ്ങളിലും നമ്മൾ വഞ്ചിതരാവാൻ പാടില്ല. ആൾക്കൂട്ടത്തിന്റെ പ്രസരിപ്പിലും അടയാളങ്ങളുടെ ആർജവങ്ങളിലും വെറും കെട്ടിപ്പൊക്കിയ കേന്ദ്രീകൃത ഉപരാമങ്ങളിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അടയാളങ്ങളല്ല വലുത്. പിന്നെ ഈ മനുഷ്യൻ എവിടെയാ? സ്വർഗത്തിനല്ലേ? അയാൾ ചെയ്യുന്ന ജോലി എന്താ? നമ്മളിവിടെ പറയണെന്താ? അല്ലോ എന്താ ഹാദിമല്ലേ, ഹുദ്ദാമല്ലേ? എന്ത് ഹാദിമ്? ഹിദ്മത്തിന് മാനദണ്ഡമുണ്ട്. എന്ത് ഹിദ്മത്ത്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സഫ് ശരിയാക്കി കൊടുത്ത അള്ളാന്റെ റസൂലിന്റെ പരിമളിച്ചു കൊടുത്ത ഇയാളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഇയാള് സ്വർഗത്തിലാണെന്നല്ല, ഇയാള് നരകത്തിലാണെന്നല്ല, ഇയാള് നരകത്തിന്റെ 7ാം അടിത്തട്ടില. ഇന്നൽ മുനാഫിഖീന ഫീ ദർകി അസ്ഫലി മിനന്നാർ വലനതജിദ ലഹും നസീറാ. ഇയാളാണ് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അയാളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇയാള് നരകത്തിന്റെ ഏറ്റവും വലിയ അടിത്തട്ടില എന്ന് മാത്രമല്ല, ഹൃദയത്തിന് ശുദ്ധിയില്ലാത്തവർ, ഹൃദയത്തിന് തഖ്വയില്ലാത്തവർ, എല്ലാ ദുനിയാവിന്റെ കച്ചവട കണ്ണോടെ കാണുന്നവർ വലനതജിദ ലഹും നസീറാ. അവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സഹായികളെ കൊടുക്കില്ല. ആ കുമിളകളൊക്കെ പൊട്ടാനുള്ള കുമിളകളാണ്. ഹൃദയത്തിന് തഖ്വയില്ലാത്തവർക്ക്, ഹൃദയത്തിൽ അല്ലാഹുവിനെ പേടിയില്ലാത്തവർക്ക് അല്ലാഹു ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹു അവർക്ക് സഹായിയെ കൊടുക്കില്ല. ജീവിതത്തിന് സഹായത്തുന്നത് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവി
അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് വാഴക്കാട് ജീവിച്ചിരിക്കുന്നു. അള്ളാഹുവേ, എല്ലാം ആശയത്തിലേക്ക് ഒരു തുല്യ ഹറാമ് വീണു പോയാൽ നാളെ പടച്ചറപ്പിന് എന്തോട് സമാധാനം പറയുമെന്ന്. ഈ ദുനിയാവ് വലുതല്ലല്ലോ, ജീവിതം പ്രസക്തമല്ലല്ലോ. നാളെ പടച്ചറപ്പിന് മുമ്പിൽ നിൽക്കുന്നൊരു ദിവസമുണ്ടല്ലോ. നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിന് വിശുദ്ധിയില്ലാത്ത കച്ചവടക്കാർ, ഏത് കച്ചവടക്കാരനാകട്ടെ, അല്ലാഹു ചോദിച്ചതാ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നവരോട്, ആ ചൂഷണം, വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ച ചോദ്യം ഏതെന്നറിയോ? ആ ചോദ്യം, എടാ നീ ആളുകളെ പറ്റിച്ചിങ്ങനെ ജീവിച്ചാൽ നിനക്ക് ക്യാൻസർ വരുമെന്നല്ല, നിനക്ക് എയ്ഡ്സ് വരുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ആളുകളുടെ ദുർബലമായ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് സാമ്രാജ്യം കെട്ടിപ്പൊക്കി ജീവിക്കുന്നവരോട് അല്ലാഹു ചോദിച്ചതേടാ, വൈലുൽ മുത്തഫിഫീൻ അല്ലദീന യതആലൂ അലന്നാസി യസ്തഫൂൻ വഇദാ ഖാലൂഹും ഔ വസലൂഹും യുഖ്സിറൂൻ. ആളുകളെ പറ്റിക്കുന്നത് ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വരെ നിങ്ങളുടെ നാവ് കൊണ്ടോ വേഷം കൊണ്ടോ പറ്റിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നാളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പടച്ചറപ്പിന്റെ മുമ്പ് എഴുന്നേറ്റ് നിൽക്കുന്നൊരു ദിവസമെന്ന് നിനക്കൊന്നും ഓർമ്മയില്ലയോ? അല ഇങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ട് എവിടെയാണ് ഞാൻ ആസ്വദിച്ചു തീരുക? നാളെ പടച്ചറപ്പിന് മുമ്പേ വരൂ എന്നുള്ള ബോധമില്ല. ഇവിടെ ഇപ്പൊ എന്ത് നടക്കൂലോ അത് കണ്ട് ഹൃദയത്തിന്റെ ഉള്ളിലേക്കിറങ്ങുന്ന വിശ്വാസത്തിനാണ് തഖ്വ എന്ന് പറയുക. അതാണ് ജീവിതത്തിന്റെ സൂക്ഷ്മത. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ജീവിതത്തിൽ ബറക്കത്തുണ്ടായി. എന്റെ പൊന്നുപെങ്ങളെ, ഖുർആൻ ഒരു വിലായത്തിന്റെ അഹിലികാരിയെ പറയുന്നുള്ളൂ, ബീവി മറിയം റളിയല്ലാഹു അൻഹ. ബീവി മറിയം, ചരിത്രം പറയാനുള്ള സമയം തങ്ങളെപ്പോരെന്നാ പറഞ്ഞു, പരമാവധി നേരത്തെ വരാം. ഒന്നും കാണിക്കരുത്, വരാം. പുരുഷന്മാർക്ക് വേണ്ടി തഖ്വയുടെ പ്രതിരൂപമായി ഞാൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു. ഇവിടത്തെ സഹോദരിമാരോട് ഖുർആൻ ഒരു സൂറത്തിന് പേരിട്ടത് സൂറത്തു മറിയം. ആയിഷ ബിബി പേരല്ല, ആരാ മറിയം? വദ്കുറു ഫിൽ കിതാബി മറിയം ഇദ്ന തബഗത് മിൻ അഹ്ലിഹാ കാനന ശർഖിയാ. കന്യകയായ കൗമാരപ്രായക്കാരിയായ മറിയം റളിയല്ലാഹു അൻഹ ഒരു ദിവസം കിഴക്ക് ഭാഗത്തുള്ള മരുഭൂമിയിലേക്ക് കുളിക്കാൻ പോയപ്പോ മരുഭൂമിയിൽ ഒരു മറയുണ്ടാക്കി മറിയം അവിടെ കുളിച്ചുകൊണ്ടിരിക്കവേ അല്ലാഹു പറയുകയാണ്, فأرسلنا إليها روحنا فتمثل لها بشرا سويا. കുളിപ്പുരയിൽ വെള്ളം കോരി കുളിച്ചുകൊണ്ടിരുന്ന മറിയം ബീവി പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ കുളിപ്പുരയുടെ മറയുടെ ഭാഗത്ത് അവിടെ ഒരു സുന്ദരമായ രൂപത്തിലൊരു പുരുഷൻ നിൽക്കുകയാണ്. എത്ര സുന്ദരമായ, ഞാൻ കഥയൊന്നും പറയുന്നില്ല, ഇതിപ്പോ വാത് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ മറിയം ബീവിക്ക് ഇത് കിട്ടിയ അടിസ്ഥാനം എന്തെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഒരു സുന്ദരനായ പുരുഷനിരിക്കുകയാണ്. ഇവിടെ പെണ്ണുങ്ങൾ കേൾക്കണേ, കുളിച്ചോണ്ടിരിക്കുകയാണ്. കപ്പെന്നല്ല പറയുന്നത്, കപ്പ്. ആ കപ്പില് വെള്ളം കോരിയിട്ട് ഇങ്ങനെ ഒരു മറയുണ്ടാക്കി. ആയത്ത് വിശദീകരിച്ച ഒത്തിരി ഉണ്ട്. വത്തഖദത്തു മിൻ ദൂരിഹിം ഹിജാബ, ഒരു ഹിജാബ് ഉണ്ടാക്കിയിട്ട് വെള്ളം ഇങ്ങനെ കുരുന്നിട്ട് കോരിയിട്ട് മേപ്പോട്ട് നോക്കുമ്പോ കുളിമുറിയുടെ വാതിലിൽ ഒരു സുന്ദരനായ പുരുഷൻ, ബശറൻ സദിയ. നമ്മളെ പെണ്ണുങ്ങളാണ് എന്ത് ചെയ്യും? എന്താ ചെയ്യുക? കല്ലായി നാടോടി പെണ്ണാന്ന് പറഞ്ഞ് ഓടിച്ച മാതിരി
ആ സമയത്ത് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയാ, താൻ കുളിക്കുന്ന ഭാഗത്തൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഖുർആൻ പറയുകയാണ്, ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹുവിനെ പേടിയുള്ള തഖ്വയുള്ളവനാണെന്ന് കുളിക്കുന്ന ഭാഗത്ത്, പെണ്ണുങ്ങൾ കുളിക്കുന്ന ഭാഗത്ത് വന്നു നിൽക്കരുത്. നിനക്ക് തഖ്വയുണ്ടെങ്കിൽ, എനിക്കുണ്ട് തഖ്വ, നിനക്ക് തഖ്വയുണ്ടെങ്കിൽ, അപ്പൊ ചെറുപ്പക്കാരാ, ഒരു ചെറുപ്പക്കാരന് തഖ്വയുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അന്യ പെണ്ണിന്റെ സേവകയില്ല. ഖുർആൻ ഇൻകുന്ത തഖിയ, നിനക്ക് തഖ്വയുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണേ ചെറുപ്പക്കാരാ. ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണ് കാലക്കതാലിക്ക് കാല റബ്ബുകുഅലയ്യഹൈൻ. ആ ചെറുപ്പക്കാരൻ മറിയമേ പരിഭ്രാന്തിപ്പെടണ്ട, കാല ഇന്നമാ അന റസൂലു റബ്ബികി ലിയഹബലക ഗുലാമൻ സഖിയാ. മറിയമേ ഭയക്കണ്ട മറിയമേ, ഇന്നമാ അന റസൂലു റബ്ബികി, ഞാൻ നിന്റെ അല്ലാഹുവിൽ നിന്ന് വന്ന ദൈവദൂതനാണ്. ഞാൻ എന്തിനാണ് ഈ മരുഭൂമിയിൽ വന്നതെന്നറിയോ? നിനക്കൊരു നല്ല സന്താനത്തെ ദാനം ചെയ്യാൻ വന്നതാണ് മറിയമേ. മറിയം ബീവി പേടിച്ചുപോയി. മറിയമേ, ഞാൻ വന്നത് നിന്റെ അല്ലാഹുവിന്റെ ദൂതനാണ്. ലിയഹബലകി ഗുലാമൻ സഖിയ, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ്. എന്താ ലിഅഹബലകി ഗുലാമൻ സഖിയ, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ് മറിയമേ എന്ന് പറഞ്ഞു. അതവിടെ ഇരിക്കട്ടെ, ഞാൻ സമയം പറയാം, ബേജാറാവാതെ. സംഘാടകർക്ക് ബേജാറല്ല. ഇവര് 1.5 മണിക്കൂർ എന്നെ കാത്തിരുന്നില്ല, ഇവരോട് എന്തെങ്കിലും പറയണ്ടല്ലേ, അവർക്കൊരു വിഷമം ഉണ്ടാവില്ല. ഞാനിപ്പോ ഇവിടെ വെച്ച് അത് സൗകര്യം ചെയ്തില്ല. ഞാൻ ഇവിടെ വെച്ച പറയാം, അപ്പൊ അതിന് പിരിവ് നിർത്തി. ഞാൻ ഒരു പിരിവുകാരൻ മാത്രമായി പോകണമെന്ന് എനിക്കൊരു വിഷമായി. പണ്ടൊക്കെ പണ്ഡിതനാ എന്നെ വിളിച്ച്, ഇപ്പൊ എല്ലാവരും പറയുന്നത് ഇസ്ലാമിക പണ്ഡിതൻ, ഇസ്ലാമിന് ഫണ്ട് ഉണ്ടാക്കണം. അങ്ങനെ ആയി പോകുന്നു. കാരണം ആളുകൾ ഊരേന്ന് വരുന്ന പ്രസംഗം കേൾക്കാൻ. ഈ അടുത്ത സമയത്ത് ഒരു പരിപാടിക്ക് വിട്ട് ഞാൻ വളർന്നു കഴിഞ്ഞ് 60 കിലോമീറ്റർ താണ്ടി ഒരു 19 വയസ്സുള്ള ഒരു തന്തയും തള്ളയും കൂടെ ഒരു ബൈക്കുമേലിയും മഞ്ഞ് കാലത്ത് ഇങ്ങനെ പിടിച്ചോടിച്ചു പോവുക. പതിനൊക്കെ വന്ന അവർക്ക് 2 മണിക്കൂർ നമുക്ക് വാത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് നമുക്ക് അവരെ ഒരു വല്ലാത്ത മുഴുമല്ലേ. എല്ലാം നടക്കും. അതുകൊണ്ടൊരു വ്യാപകമായ പിരിവ് ഞാൻ നിർത്തി. അവസാനം ഇൻഷാല്ലാ എന്തെങ്കിലും പറയാം. നമുക്കത് കണ്ണീത്ത് ഉസ്താദിന്റെ ബറക്കത്തുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ നടന്നില്ലേ പിന്നെ എവിടെ നടക്കുക? ഇവിടെ നടന്നില്ലെങ്കിൽ പിന്നെ എവിടെ നടക്കുക? അല്ലേ പിന്നെ നമ്മൾ മുത്തുനബി ജീവിച്ചിരുന്ന മക്കയുടെ പവിത്രത അറിയാതെ അവസാനം അന്തർത്തുക്കും നാറൻ തലല്ല. അബൂജഹലെ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ, ഇങ്ങനെയൊന്നും ആവരുതെന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് നമ്മൾ പോവില്ലേ? അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിനക്കൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ് മറിയമേ. ഒരു കാര്യം നിങ്ങൾ ഇവിടെ പഠിച്ചോണം. ഇവിടെ എന്നെ നോക്ക്. എന്നേക്കാൾ സൗന്ദര്യമുള്ളവരൊക്കെ ഇവിടെ ഉണ്ടാവും. ജബ്ബാർ ജിയത്ത് അവരൊക്കെ പിന്നെ നോക്കിയാൽ എന്നെ നോക്ക്. ഖുർആനിൽ അള്ളാഹു എവിടെയൊക്കെ കുഞ്ഞിനെ കൊടുക്കുന്ന കാര്യം പറഞ്ഞു, അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞ പ്രയോഗം യഹബു എന്നാണ്, ദാനമായി നൽകും. എവിടെയൊക്കെ മക്കളെ കൊടുക്കുന്ന കാര്യം പറഞ്ഞു അഅ്തായുഅ്തി എന്നാണ് കൊടുക്കുക എന്ന് പറയുവാൻ അറബിയിൽ. എവിടെയൊക്കെ മക്കൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞോ അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം യഹബു, ദാനമായി കൊടുക്കുന്നതാണ്. കാരണം കിട്ടൂല എല്ലാവർക്കും. ദാനം എന്ന് പറയുന്ന അർത്ഥം എന്താ? ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് വലത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ജബ്ബാറാജ് തീരുമാനിച്ചു ഉസ്താദിനൊരു 10,000 ഉറുപ്പിക കൊടുക്കണം. നിങ്ങൾ നീയത്ത് വെച്ചോളി, നമുക്ക് പ്രശ്നം, നമുക്ക് അഹങ്കാരമൊന്നുമില്ല, ആട്ടർച്ച എന്നാലും തിന്നു. പക്ഷെ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഞാൻ ജബ്ബാറാജ് വിളിച്ചിട്ടില്ല, നിങ്ങൾ ആ നീയത്ത് ചെയ്ത സാധനങ്ങൾ തരാൻ പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ചോയ്സ്. അത് ഇഷ്ടമുണ്ടെ കൊടുക്കുക, ഇഷ്ടമില്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഇതാണ് ദാനത്തിന്റെ പ്രത്യേകത. ഒരാൾ നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ എല്ലാവരും തന്നിട്ടേ പോകാൻ പറ്റൂ, സദക്ക തന്നിട്ടേ പോകാൻ പറ്റൂ. അല്ല, ഇഷ്ടമുള്ളവർ കൊടുക്കും, ഇഷ്ടമില്ലാത്തവർ കൊടുക്കൂല. അതാണ് ദാനത്തിന്റെ പ്രത്യേകത. സഹോദരിമാരെ കേട്ടോളി, മക്കളെ കൊടുക്കുന്ന കാര്യം എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു പറഞ്ഞു എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കും, ഇഷ്ടമില്ല കൊടുക്കില്ല. അതൊരു വലിയ പ്രയോഗമാണ്. ഖുർആനിൽ ആരോഗ്യശാസ്ത്രം ഡോക്ടർമാര് ചർച്ച ചെയ്തിട്ട് ഉത്തരം കിട്ടാതെ പോയ ചോദ്യമാണ്.
ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. അധികാരം അല്ലാഹുവിനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ നൽകും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും കൊടുക്കുന്നു. നാലാമത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ അവന് പ്രജനനശേഷി നഷ്ടപ്പെട്ട വണ്ടകളാക്കി മാറ്റിക്കളയും. ആരാണ് അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുക? കുഞ്ഞുമോനെ മക്കളുണ്ടാകുന്നത് ആരോഗ്യശാസ്ത്രത്തിന് ഇന്നേ വരെ പിടികിട്ടാത്തൊരു ചോദ്യമാണ്. ഒരു പുരുഷൻ ഒരു പ്രാവശ്യം ശ്രമിക്കുന്ന ഇന്ദ്രിയത്തിന് 20 കോടി മുതൽ 40 കോടി വരെ വീതമുണ്ടെന്നാണ് കണക്ക് പറയുക. അതായത് 1 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിന് 2 കോടി വീതങ്ങൾ ഉണ്ടാവണം. 1,99,999,999 ബീജങ്ങളുണ്ടെങ്കിലും ഡോക്ടർ പറയും നിനക്ക് കൗണ്ടിംഗ് ഇല്ല, നിനക്ക് മക്കളുണ്ടാവാൻ സാധ്യതയില്ല. ശരാശരി 1 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിൽ പുരുഷന് 2 കോടി തികച്ചില്ലെങ്കിൽ ഒരെണ്ണം കുറവാണെങ്കിൽ അവന് മക്കളുണ്ടാകാൻ കൗണ്ടിംഗ് കുറവാണ്. പക്ഷേ നിങ്ങൾക്കറിയുമോ, ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ ഒരൊറ്റ ബീജം മാത്രമേ ആവശ്യമുള്ളൂ. അന്ധോത്പാദനം നടക്കുമ്പോ 8 സെന്റിമീറ്റർ നീളമുള്ള 2 സെന്റിമീറ്റർ കനമുള്ള 4 ശാസ്ത്രജ്ഞരാക്കുക പെണ്ണിന്റെ അണ്ടാശയത്തിലേക്ക് 40 കോടിയോളം വരുന്ന ബീജങ്ങളുടെ പട സഞ്ചരിക്കുമ്പോ 40 കോടിയോളം ബീജത്തിന്റെ പട, 40 കോടിയോളം ബീജത്തിന്റെ ബീജമെന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ്. ഒരു മുട്ടുസൂരിയുടെ തലപ്പിന്റെ വലിപ്പമില്ലാത്ത 40 കോടിയോളം ബീജങ്ങൾ 2 സെന്റിമീറ്റർ കനമുള്ളൊരു ഞരമ്പിലൂടെ ഇതിന്റെ പട ഇങ്ങനെ വരുമ്പോ അത് സ്ത്രീയുടെ ഗർഭാത്തിന്റെ മുഖത്തെത്തുമ്പോ 4 കോടി ബീജത്തിൽ നിന്ന് 3,99,99,999 ബീജങ്ങളെ നശിപ്പിച്ചിട്ട് ഒരൊറ്റ ബീജത്തെ മാത്രം അകത്തേക്ക് കടത്തിവിട്ടു. അതിന് കോശമായി വിഭജിക്കപ്പെട്ട് ആ കോശം പെണ്ണിന്റെ ഗർഭാശയത്തിലെത്തി. അതിന് ആംനിയോണ്, കോറിയോണ്, പ്ലാസന്റ എന്ന 3 ആവരണം കൊണ്ട് പൊതിഞ്ഞു അതിനെ മുഖത്ത് കൊണ്ടുവന്നു. 9 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ കൊടുക്കുന്നതാരാ? അവനാണ് തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖ്. 4 കോടിയോളം ബീജങ്ങൾ വരുമ്പോ ഒരൊറ്റ ബീജം മാത്രം മതി ഒരു കുഞ്ഞുണ്ടാവാൻ. പക്ഷേ 2 കോടി ശരാശരി ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല. വൈദ്യശാസ്ത്രം പോലും മുട്ടുമടക്കി പോയി ചോദ്യത്തിന് മുമ്പ് അല്ലാഹു മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇഷ്ടമുള്ളവന് കൊടുക്കും, ഇഷ്ടമില്ലാത്തവന് കൊടുക്കില്ല. നമ്മുടെ മക്കൾ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് 1 മില്ലിലിറ്ററിൽ 2 കോടിയില്ല, ഒരെണ്ണം കുറവാണ്. ഡോക്ടർ പറയും കൗണ്ടിങ് കുറവാ, പറ്റില്ല. ഡോക്ടർമാരില്ല ഇവിടെ, ഉണ്ടാകൂല. കൗണ്ടിങ് കുറവാണ് എന്ന കുട്ടി ഉണ്ടാവാൻ ഒരെണ്ണം മതി, ബാക്കിയെല്ലാം നശിപ്പിച്ചു കളയും. ഇത് ഇന്നേ വരെ വൈദ്യശാസ്ത്രത്തിന് പിടികിട്ടിയിട്ടില്ല. ഖുർആനിൽ എവിടെ നിങ്ങൾ മക്കളെ തരുന്ന കാര്യം പറയും അള്ളാഹു പറയുന്ന യഹബു ദാനമായി നൽകും. ആ ദാനം അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ. അള്ളാഹു സാലിഹ്യങ്ങളാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ഹാഫിളീങ്ങളാക്കി തരട്ടെ. പെണ്ണിന്റെ പ്രസവത്തെക്കാൾ വലിയൊരു അത്ഭുതം ലോകത്തില്ല. മുസ്ലിമീൻ വന്നത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. മറിയമിനോട് പറഞ്ഞു, മറിയമേ നിനക്കൊരു കുഞ്ഞിനെ തരാൻ അള്ളാഹു പറഞ്ഞു വിട്ട ജിബ്രീലാണ് ഞാൻ. ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു തആല ഉടനെ ചോദിച്ചു, അത്രേ ഖാലത്ത് അന്നാ യകൂനു ലീ ഗുലാം വലം യംസസിനി ബശറുൻ വലം അകു ബഗിയാ. എനിക്കൊരു കുഞ്ഞുണ്ടാവാനോ ഒരു പരപുരുഷന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല, എന്റെ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. വലം അകു ബഗിയാ, ഞാനങ്ങനെ ദുർനടപ്പുകാരിയായൊരു പെണ്ണുമല്ല. അതൊക്കെ ശരിയാണ് മറിയമേ, നമ്മൾ കേട്ടതാണ് മറിയമേ എന്ന് പേടിച്ചു നിൽക്കുമ്പോ മറിയമിന്റെ വയറ്റിലൂടെ പറയുന്നു മറിയം ബീവി ഗർഭിണിയായി. ജിബ്രീലൂതി റൂഹൂതി, അതുകൊണ്ടാണ് ശ്വാസം നിലക്കുമ്പോ റൂഹ് പോണത്. റൂഹ് വെച്ചത് അല്ലാഹു വെച്ചുപിടിപ്പിക്കില്ല. അതുകൊണ്ടാണ് അവസാനത്തെ ശ്വാസവും പോയി. ശ്വാസം പോയ തീർന്നു. അള്ളാഹു നമുക്ക് ബോധം നൽകാകട്ടെ.
അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. ആദരവായ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ മഹാനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഈ സദസ്സിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞാനും തങ്ങൾ ഇന്നലെ ഒരേ പരിപാടി പങ്കെടുത്തിട്ടേ ഉള്ളൂ. ഇന്നലെ കൊടുങ്ങല്ലൂര് നടന്ന വിവാഹത്തിൽ തങ്ങളാണ് കാർമ്മികത്വം. ഞാൻ വൈകുന്നേരം 4ാമത്തെ വർഷമാണ് അവിടെ വാത് നടക്കുക. എല്ലാ വർഷവും അവസാനം ഞാൻ പോകും. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷൗക്കത്ത്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ വല്ലാതെ വഴിതെറ്റി നടന്നൊരു ചെറുപ്പക്കാരനാണ്. കള്ളും കഞ്ചാവും അവിടുത്തെ ഏറ്റവും വലിയ, തങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, താടിക്കാരൻ എന്റെ താടി, അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗ്യാങ് ലീഡറാണ് കടപ്പുറത്ത്. ാണ് കച്ചവടം. ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞ രാത്രിയിൽ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താണ്, നല്ല കാര്യത്തിന് വേണ്ടിയല്ല, അറിയാതെ ലോകാവസാനം കയറിപ്പോയിനകത്ത്. അറിയാതെ മദ്യത്തിന്റെ കുപ്പി പൊട്ടിച്ചു വെച്ചിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോ, നല്ലതിന് വേണ്ടി സെർച്ച് ചെയ്തില്ല, വേറെ വെബ്സൈറ്റ് സെർച്ച് ചെയ്തപ്പോ അറിയാതെ കളിയപ്പോൾ വന്നു. അത് കേട്ടു. പിന്നെ അന്ന് തുടങ്ങിയ മാറ്റാണ് അയാൾ മാറി. പിറ്റേ വർഷം അയാളുടെ ജോലി ബാംഗ്ലൂർ, ഡൽഹി, അലഹബാദ് തീർത്തിട്ട് വരിക. പിറ്റേ വർഷം വന്ന് പറഞ്ഞു, ഉസ്താദെ ആ പൈസ മുഴുവൻ 5 പെൺകുട്ടികളെ വെട്ടിച്ചുവിടാൻ പോവാം. അങ്ങനെ തുടങ്ങിയത് 4ാമത്തെ വർഷമാണ്. എല്ലാ വർഷവും അവസാനം വാതിന് ഞാൻ പോകും. 10 പെൺകുട്ടികളെ ഓരോരുത്തരെ കൊണ്ട് ഏറ്റെടുപ്പിക്കും. ഇന്നലെയും 15 പെൺകുട്ടികൾ അടുത്ത വർഷത്തേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഒരു ചെറുപ്പക്കാരിൽ തുടങ്ങിയ ആ പ്രക്രിയ നാട്ടുകാർ മുഴുവൻ ഏറ്റെടുത്തു. മഹാനായ തങ്ങൾ ഇന്നലെ എന്റെ കാർമ്മികത്വം വഹിച്ച് 15 പേരുടെ 12 മുസ്ലിം പെൺകുട്ടികളും 3 ഹൈന്ദവ സുഹൃത്തുക്കളും ആ ചെറുപ്പക്കാരൻ തുടങ്ങി വെച്ചാണ് നാട്ടുകാരെ ഏറ്റെടുത്തത്. അള്ളാഹുവിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തങ്ങൾക്കും പോകേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട എന്താ നമ്മൾ പറഞ്ഞു തന്നെ, മക്കളെ കൊടുക്കുന്ന കാര്യത്തിൽ ഖുർആൻ എല്ലായിടത്തും പറയുന്ന പ്രയോഗം യഹബു, ദാനമായി നൽകുന്നു. ഒരു ബീജം മതി. അങ്ങനെ മറിയം ബീവി ഗർഭിണിയായി, ഗർഭിണിയായി. ആ ഗർഭം, ആ പ്രസവം ലോകചരിത്രത്തിന്റെ പ്രസവമായി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഞാൻ തങ്ങളും കൂടെ ഇരിക്കുന്ന സമയത്ത് സമകാലീന ഒന്നായി ചില സംഭവങ്ങളെ പരാമർശിച്ച് നോക്കണം. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതി. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പഴയകാലത്തെ മാപ്പിളപ്പാട്ടുകളിൽ ഇസ്ലാമിക ഇതിവൃത്തങ്ങൾ വന്നത്. കോഴിക്കോടനായ AV മാപ്പിളപ്പാട്ട് എഴുതി. അദ്ദേഹം അതിനകത്ത് ഈ സംഭവത്തെ വളരെ മനോഹരമായി 4 വരിക്കുള്ളിൽ അദ്ദേഹം ഒതുക്കി. AV, കോഴിക്കോടുകാരൻ AV, അദ്ദേഹം പറഞ്ഞ ഖുർആനിലെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. തങ്ങളിപ്പോ ഒരു കുടുംബം കുടുങ്ങിയതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ ഈ സമയത്ത് ശംസുൽ ഉലമയെ ഓർക്കാണ്. മഹാനായ ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദ 10 ലേഖകർ മഹാനവറുകളുടെ അടുക്കലേക്ക് വന്നു. ശംസുൽ ഉലമ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കാണണ്ട, ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു. അപ്പോ ആരോ ചോദിച്ചു അത്രേ, ശംസുൽ ഉലമ മഹാനവറുകളോട് നിങ്ങൾ എന്തിനാണ് പത്രക്കാരെ മാറ്റി നിർത്തുന്നത്? അപ്പോൾ ശംസുൽ ഉലമ പറഞ്ഞ മറുപടി, ഞാനിവരെ മാറ്റി നിർത്താൻ കാരണം ഞാൻ പറയുന്നതായിരിക്കില്ല ഇവരെഴുതുക, ഇവരെഴുതുന്നതായിരിക്കില്ല ആളുകൾ വായിക്കുക, അവര് വായിക്കുന്നതായിരിക്കില്ല ആളുകൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ഇവരെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞു. കാലഘട്ടത്തിന്റെ മുറ്റത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദ തങ്ങളെ സംബന്ധിച്ചോളം തങ്ങളുടെ വീക്ഷണങ്ങൾ തങ്ങൾ പറഞ്ഞപ്പോ, പക്ഷേ കേൾക്കുന്ന ആ ഒരു ആവശ്യത്തോടെ വരുന്നവരല്ല, അവരാ രീതിയിലല്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഈ ചാനലുകളുടെ ഇടയിൽ കഴിഞ്ഞ കോഴിക്കോട് കടന്ന ജില്ലാ കലോത്സവത്തിൽ, ആ കലോത്സവത്തിൽ 1ാം സമ്മാനം കിട്ടിയത് പാലക്കാട് ജില്ല. ഒരു 10-200ഓളം കുട്ടികളെ പകലില്ലാതെ ഊണുറക്കവും വെട്ടിച്ച് അവർ 1ാം സമ്മാനം നേടി. സ്വർണ്ണ കപ്പ് കിട്ടി. ആ കിട്ടിയുടെ ആദ്യം ലൈവായിട്ട് തങ്ങളുടെ ചാനലിൽ കൊണ്ടുപോകാൻ ആ കുട്ടികളെ ഏറ്റുവാങ്ങിച്ചപ്പോ ചാനലുകാർ മുഴുവനും പോയി ആദ്യം ലൈവായിട്ട് അവരുടെ ചാനലിൽ കൊടുക്കണം. ചാനലുകാർ തമ്മിൽ 200ഓളം പിഞ്ചു കുഞ്ഞുങ്ങൾ പകലില്ലാതെ അധ്വാനിച്ച സ്വർണ്ണ കിരീടം കാണിക്കാൻ വേണ്ടി പിടിവലിയായി. ഇന്ത്യ വിഷ അങ്ങോട്ട് വലിച്ചു, മനോരമ ഇങ്ങോട്ട് വലിച്ചു, ഏഷ്യാനെറ്റ് മേപ്പോട്ട് വലിച്ചു. പിന്നെ ജനം അത് പണ്ടോലെ കീപ്പോട്ടെ വലിച്ചത് ഇങ്ങോട്ട് കീപ്പോ
വലിച്ചു. അവസാന സ്വർണ്ണക്കപ്പ് താഴെ വീണ് പൊട്ടിച്ചിതറി. യഥാർത്ഥത്തിൽ അവരുടെ മത്സരത്തിന്റെ ഇടയിൽ ആ പാവം കുരുന്നുകളുടെ രാപ്പകലുടെ അധ്യാനങ്ങൾ പല കഷണങ്ങളായി തീരും. ഇതാണ് കേരളത്തിൽ നടക്കുക. ചാനലുകളുടെ കിടമത്സരങ്ങൾ. അവിടെ പൊട്ടിച്ചെതറിപ്പോകുന്ന അഭിമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് അവർക്ക് പ്രശ്നമല്ല. തങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെയേറെ അവർ വളച്ചൊടിച്ച് ആ ചാനലുകൾ അതിനെ പ്രക്ഷേപണം ചെയ്തു. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയേറെ യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുമാനനായ കെ.പി. മജീദ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം നമ്മുടെ ഈ സദസ്സിലേക്ക് ഞാൻ ഉടനെ തന്നെ എന്റെ രണ്ടും പെട്ടെന്ന് നിർത്തിയേക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരു വലിയ ബോധത്തിന്റെ, ഒരു വലിയ നന്മയുടെ ഒക്കെയാണ് എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തങ്ങൾ പറഞ്ഞൊരു പ്രസ്താവന വലിച്ചൊലിച്ചു, പച്ചക്കുതിരയുമായിട്ടുള്ള അഭിമുഖം. യഥാർത്ഥത്തിൽ എന്താണത്? ക്രിയാത്മകമായ എന്താ ആവിഷ്കാരങ്ങൾ നമുക്ക് ഉണ്ടാകണ്ടേ? ചില കാര്യങ്ങൾ പറയണ്ടേ? ഞാനിപ്പോ മറിയം ബീവിയുടെ പ്രസവത്തെ കുറിച്ച് പറയുമ്പോ എ.വി. മാപ്പിളപ്പാട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് എ.വി. മാപ്പിളപ്പാട്ട് എഴുതിയത്? ിലൂടെ എ.വി. തങ്ങൾ പറഞ്ഞത് ഉമർ മുഖ്താറിന്റെ അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞതാണ്, സിനിമ ഹലാലാണ് എന്ന് തങ്ങൾ പറഞ്ഞു എന്ന് ഇവിടുത്തെ ചാനലുകളിൽ വന്നത്. ഇവിടെ അങ്ങനെയാണ്. മുയിലിയാർ ഇന്റർവ്യൂ ചെയ്യിക്കും. ലേഖിക ചോദിച്ച് എന്താണ്, ഏത് ഭക്ഷണമാണ് ഇഷ്ടം? ഉമ്മ വെക്കുന്നതാണ് ഇഷ്ടം. പിറ്റേ ദിവസം ബ്രേക്കിംഗ് ന്യൂസ്, ചുംബന സമരത്തെ ന്യായീകരിച്ചു മുഫ്തി. അദ്ദേഹം ഉമ്മ വെക്കുന്ന ഭക്ഷണമാണ് ഇഷ്ടമെന്നാണ്. അതാണിപ്പോ നടക്കുക. തങ്ങൾ പറഞ്ഞത് ക്രിയാത്മകമായ ചില ഡോക്യുമെന്ററികൾ, ഉമർ മുഖ്താറിനെ പോലെ ദ ലയൺ ഓഫ് ഡെസേർട്ട് എന്ന് പറയുന്ന ഉമർ മുഖ്താറിന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ട്. എനിക്കിപ്പോ ഇത് വിവാദമായാലും പ്രശ്നമൊന്നുമില്ല. മുസ്തഫ അക്കാദ് രചിച്ച ഉമർ മുഖ്താറിന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അതിൽ ഉമർ മുഖ്താറിനെ തൂക്കിലേറ്റി കഴിയുമ്പോ, തൂക്കുമരത്തിൽ കിടന്ന് പെടയുമ്പോ ഉമർ മുഖ്താറിന്റെ കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണട താഴേക്ക് വീഴും. താഴേക്ക് വീണ ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഉമർ മുഖ്താർ പെടഞ്ഞു മരിച്ചു. ഒരു കൊച്ചുകുട്ടി വന്ന് ആ കണ്ണട എടുത്തുകൊണ്ടുപോയി. അതൊരു മെസ്സേജാണ്. ഉമർ മുഖ്താറിനെ തൂക്കിലേറ്റിയാലും ഉമർ മുഖ്താറിന്റെ പുറകെ പിൻഗാമികൾ വരുന്നുണ്ട് എന്നതിന്റെ മെസ്സേജ് കൊടുത്തിട്ടാണ് വീണ കണ്ണട കൊച്ചുകുട്ടി എടുത്തുകൊണ്ട് പോവുക. മുസ്തഫ അക്കാദാണ് എന്റെ ഡയറക്ടർ. അദ്ദേഹം തൂങ്ങി മരിക്കുന്ന സമയത്ത് താഴെയുടെ കണ്ണട ഒരു കൊച്ചുകുട്ടി എടുക്കുന്നു. തീർന്നു. ഉമർ മുഖ്താർ മരിച്ചാലും 1000 ഉമർ മുഖ്താർ ബോംബിട്ട് വന്നപ്പോ വീണ്ടും അവിടെ ജനിച്ച 1000 കുട്ടികൾക്ക് പലസ്തീനിൽ അഹമ്മദ് യാസീൻ എന്ന് പേരിട്ടതുപോലെ ഉമർ മുഖ്താറിന്റെ സന്ദേശവുമായി പുതിയൊരു ജനത വരുന്നുണ്ട് എന്ന മെസ്സേജാണത്. അതാണ് തങ്ങളുടെ പറഞ്ഞ ചില ഡോക്യുമെന്ററികളൊക്കെ. മാപ്പിളപ്പാട്ട് ഹലാലാണെന്നാണോ? എ.വി. ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട്. ഈസാ മസീഹ് സൂദി മറിയം മയച്ചിലൂതി നിസ്തുല്യ ജന്മനീതി നിറവേറ്റിയോനെ ഹാദി. ഈസാ മസീഹിൻ സൂദി. എന്താ ഇതിനകത്ത്? ഈസാ മസീഹിൻ സൂദി എന്ന് പറഞ്ഞ പ്രസവം സംസ്കൃത വാക്കാണ്. ഈസാ മസീഹിന്റെ പ്രസവം. മറിയം വയറ്റിലൂതി, മറിയമിന്റെ വയറ്റിലൂതി. നിസ്തുല്യ ജന്മനീതി. എന്താണ് വാക്കിന്റെ അർത്ഥം? നിസ്തുല്യ ജന്മനീതി. എ.വി. എഴുതിയ പാട്ടാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ രംഗമോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രംഗമോ ഇതൊന്നും ചർച്ചയ്ക്കില്ല, നമ്മുടെ വിഷയമല്ല. അങ്ങനെ ആരെയും ഒരാളുടെ ശരീരത്തിലേക്കോ ജീവിതത്തിലേക്കോ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഒരു മുഅ്മിനിനില്ല. അത് നല്ലതുമല്ല. മുഅ്മിൻ ചെയ്യേണ്ടത് ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, അവന്റെ ചൂണ്ടുവിരൽ അവനിലേക്കാണ് തിരിച്ചു വെക്കേണ്ടത്, മറ്റുള്ളവരിലേക്കല്ല. അവനവന്റെ ജീവിതത്തെ അവനവന്റെ മുഖത്തിന്റെ ദർപ്പണത്തിലൂടെ കാണുന്നവനാണ് സത്യവിശ്വാസി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിസ്തുല്യ ജന്മനീതി എന്താണ് അതിന്റെ അർത്ഥം? ആ എ.വി. പറഞ്ഞ ഒറ്റ വാക്ക് ലോകത്തിലൊരു വലിയ മെസ്സേജ്. അള്ളാഹു പുരുഷനിന്ന് മാത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. പിതാവും മാതാവും സൃഷ്ടിച്ചിട്ടുണ്ട് ആദം നബി. പിതാവ് മാത്രമുണ്ടായ ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഹവ്വാ ബീവി. പിതാവും മാതാവുമായി നമ്മളെ ഒരാൾ ചോദിക്കുകയാണ്, മാതാവിൽ നിന്ന് മാത്രം അള്ളാഹു എന്തേ ജന്മം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിസ്തുല്യ ജന്മനീതി എന്ന് ബഹുമാനപ്പെട്ട എ.വി. എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില വാക്കുകൾ അത് പറഞ്ഞാൽ എന്റെ പേര് ഫേസ്ബുക്കിൽ ഒന്ന് കിടപ്പുണ്ട്. മുസ്ലിം ലീഗുകാർ സ്വർഗത്തിനെ പച്ചപ്പരവതാനി ചവിട്ടിയിട്ട് സ്വർഗത്തിൽ കയറും കബീർ വാക്കവി. ആയിക്കോട്ടെ, എനിക്കെന്താ കുഴപ്പം? ഞാനത് കഴിഞ്ഞ ആഴ്ച അബുദാബിയിൽ പാലക്കാട് ജില്ലാ KMCCയുടെ നന്മയുടെ നീരുറവ വറ്റാറില്ല എന്ന ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മുഖ്യപ്രഭാഷകനായി പ്രസംഗിച്ചതാണ്. പാലക്കാട് ജില്ലയിൽ 100 കിണറുകൾ. ആ കിണറിൽ അതിനു മുമ്പേ പ്രസംഗിച്ചപ്പോ ഒരു പ്രവർത്തകൻ പറഞ്ഞു, മുസ്ലിം ലീഗുകാർ നാളെ സ്വർഗത്തിന്റെ പച്ചപ്പരവതാനി ചവിട്ടിയിട്ട് കയറിപ്പോകും, ബാക്കി ബാക്കവി പറയൂന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, ശരിയാണ്,
മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, ഇത് ഞാൻ മലപ്പുറത്ത് അടുത്ത പ്രാവശ്യം ഒരു സീറ്റ് മോഹിച്ചിട്ടല്ല, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ സ്വർഗത്തിന്റെ പച്ചപ്പരവതാനിലൂടെ കയറിപ്പോകും. കാരണം അവിടെ നേതാവ് അഹ്ലു ബൈത്തിന്റെ നേതാവാണ് അവരുടേത്. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാതിരുന്നാൽ ഇഖ്ലാസോടുകൂടി മുസ്ലിം ലീഗിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന സദസ്സിലാണ് ഞാൻ ഇതിന്റെ വിശദീകരണം കൊടുക്കുക. ഇതുവരെ ഞാൻ ഇതിന്റെ വിശദീകരണം കൊടുത്തിട്ടില്ല. ഞാൻ വിവാദങ്ങളോട് പ്രതികരണമില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്താൽ എന്റെ CH സെന്റർ കൊണ്ട് സ്വർഗം വാങ്ങിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കോഴിക്കോട് CH സെന്റർ കൊണ്ട് സ്വർഗം വാങ്ങിക്കാൻ കഴിയില്ല? മിനിങ്ങാന്ന് തിരുവനന്തപുരം CH സെന്ററിൽ എനിക്ക് ഒരാട്ട് കിട്ടി തടവ മുഹമ്മദ് കുഞ്ഞുസ്താദ് അവാർഡ്, ഏറ്റവും മികച്ച പ്രഭാഷകന് 10,000 രൂപ ക്യാഷ് അവാർഡ് കിട്ടി. തിരിച്ചു വരുന്ന വഴിയിൽ സിദ്ദീഖ് അലി രാങ്ങാട്ടൂരൻ CH സെന്ററിന് സന്ദർശിക്കണമെന്ന് പറഞ്ഞു. സന്ദർശിച്ചു. അവിടെ പോയപ്പോൾ മൂക്കിൽ ട്യൂബ് വെച്ച് കിഡ്നി തകരാറിലായി ക്യാൻസറിന്റെ അവസാന വാക്കിൽ പ്രതീക്ഷയോടെ നിൽക്കുന്ന ആളുകൾ. ഞാൻ അവരോട് 1.5 മണിക്കൂർ പ്രസംഗം നടത്തി. ഇറങ്ങുമ്പോൾ അവര് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇനി മരിച്ചാലും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, രോഗമുള്ളവനെ സ്വർഗമുള്ളൂ, ഇല്ലെങ്കിൽ സ്വർഗമില്ല. ആ സമയത്ത് അവിടെ വന്ന ആളുകൾ CH സെന്റർ ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ കടത്തിണ്ണകളിൽ ഞാൻ എന്റെ ഈ മോളെ കൊണ്ട് പോകേണ്ടി വരുമായിരുന്നു എന്ന് മലപ്പുറത്ത് ചെമ്മാടുള്ള ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എനിക്ക് അവാർഡ് കിട്ടിയ തുക ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് തിരിച്ചിറങ്ങി വന്നു. ഞാനിത് പറയാൻ കാരണം ഇഖ്ലാസോടുകൂടി ചെയ്താൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്താൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ കഴിയും ഇത്രയും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ? അതുകൊണ്ട് ഞാൻ ആ സ്റ്റേജ് അതിനുവേണ്ടി ഉപയോഗിക്കുകയില്ല. സന്ദർഭോചിതമായി തങ്ങൾ വന്നപ്പോ വളച്ചൊടിക്കുന്നവരോട് ഈ വിരലുകൾ സാക്ഷി നിൽക്കുന്ന ഒരു ലോകത്തേക്കാണ് ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുക എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹ, ഞാൻ ചുരുക്കുന്നു, ബഹുമാനരായ വ്യക്തിത്വങ്ങളുണ്ട്. ഹമലത്തുഹു, മറിയം ബീവി ഗർഭിണിയായി. ഇതെന്തിനാണ് ഖുർആൻ പറയുന്നത്? എന്നിട്ട് മറിയം ബീവി അവര് വിജനമായൊരു മരുഭൂമിയിലേക്ക് പോയി. എന്നിട്ട് ഈത്തപ്പഴത്തിന്റെ ചുവട്ടിൽ പോയി. തങ്ങളൊക്കെ പ്രസംഗിക്കാവുന്നതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ച ഖുർആൻ പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പരിവർത്തനം ഉണ്ടാകും. ഞാനൊന്ന് ഖുർആൻ അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. ആ മരുഭൂമിയിൽ പോയ മറിയം ബീവി ആത്മഗദ്ഗതം ഖുർആൻ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. قالت يا ليتني مت قبل هذا وكنت نسيا منسيا. ആരുമില്ലാതെ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി നിലവിളിച്ചാലൊരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ ഈ തപ്പന മരത്തിന്റെ ചുവട്ടിൽ വന്നിട്ട് മറിയം ബീവിയുടെ ഗദ്ഗതം ഖുർആൻ ഇങ്ങനെ വിവരിക്കുകയാണ്. ആ ഈത്തപ്പനം മരത്തിന്റെ ചുവട്ടിൽ പിടിച്ചിട്ട് മറിയം ബീവി പറഞ്ഞു, പക്ഷേ അല്ലാഹുവേ യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയൻ മൻസിയാ. പടച്ചവനെ, ഈ പ്രസവത്തിന് മുമ്പ് ഞാൻ മരിച്ചുപോയിരുന്നെങ്കിൽ എല്ലാവരും എന്നെ മറക്കുമായിരുന്നല്ലോ റബ്ബേ. അപമാനം പേറിയിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരിക്കുക? ഈ സമയത്താണ് ഞാൻ പറഞ്ഞ വാക്കും വിഷയവും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സഹായിക്കാൻ ആരുമില്ലാത്ത സമയത്ത് വിളിച്ചാലൊരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലും മരുഭൂമിയുടെ ഒരറ്റത്ത് കാണാൻ കഴിയാത്ത സമയത്ത് പടച്ചറപ്പിനോട് തന്റെ സങ്കടം പറഞ്ഞപ്പോ പ്രതിപദമെന്നുമെന്ന് ആത്മശക്തി തുടയുന്നു ഞാൻ എന്റെ ജീവിതവഞ്ചി. ആ ജീവിതവഞ്ചി തുടയുന്ന അവസ്ഥയിൽ പാരാവാരം പോലെ തിരമാലകൾ ആ നടുക്കുന്ന നടുക്കടലിന്റെ നടുവിൽ കൊതുമ്പുവത്തിലും എന്തിനാണ് എന്താട്ട് വരുന്നിട്ട് കണ്ടിട്ട് പേടിക്കുന്നത്? എന്തിനാണ്? നിനക്കൊരല്ലോ, അവനാണ് കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചേർത്തുന്ന ഒട്ടകത്തെ നബിയുടെ മാരകരോഗത്തിന് പച്ചവെള്ളം കൊണ്ട് ശമനം കൊടുവന്. അവനാണ് ആകാശത്ത് നിന്ന് ഭക്ഷണത്തിലെ ശൂന്യതയിൽ നിന്ന് ഇറക്കി കൊടുത്തവന്. അവനല്ലോ നിനക്ക് കൂട്ടുള്ളത്. എന്തിനാണ് നീ പതറുന്നത്? എന്തിനാ? ആരുമില്ലാതെ കന്യകയായ മറിയം ബീവി നിലവിളിക്കുമ്പോ പറയുന്നു, പെട്ടെന്ന് അടിവാരത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു, മറിയമേ അല്ലാത്തനി നീ ദുഃഖിക്കുന്ന മറിയമേ, നിനക്ക് വേണ്ടി നിന്റെ റബ്ബ് താഴെ ഒരു അരുവി ഒരുക്കിയിട്ടുണ്ട് മറിയമേ റളിയല്ലാഹു അൻഹ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അളവെടുക്കുന്നത് കത് ജഅല റബ്ബി തഹ്തകി ശ്രീയ, മരുഭൂമിയുടെ അടിയിൽ നിനക്കൊരു കുന്നാണ് നിൽക്കുക, താഴെ ഒരു അരുവി ഒഴുക്കിയിട്ടുണ്ടെന്നാണ്. എന്നാ പിന്നെ റബ്ബിന് മറിയം ബീവിയുടെ സൗകര്യത്തിന് വേണ്ടി ആ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ വെള്ളം കോരാൻ അരുവി ഒഴിക്കാൻ പോലെ? അള്ളാഹു പ്രസവം നടത്തുകയാണ്. അള്ളാഹു താഴേക്ക് നടക്കും മറിയമേ. മറിയം ബീവി കുന്നുമൗലിൽ നിന്ന് താഴേക്ക് നടന്നു.
വെള്ളം കുടിച്ചു, തിരിച്ച് നേരെ വീണ്ടും പറഞ്ഞു ഈത്തപ്പഴ തോട്ടത്തിലേക്ക് പോവാ. ഇപ്പോഴും മലപ്പുറത്തെ കോട്ടക്കുന്നിന് 200 അവിടെ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒരു ലേഡി ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു പേര് ഞാൻ മറന്നു. കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അവര് പ്രസവം അടുക്കാൻ പോകുന്ന പെൺകുട്ടികളോട് പറയും കോട്ടക്കുന്നിന് 2 സ്റ്റെപ്പ് കയറിയിട്ട് ഇറങ്ങി വരാം. ഏറ്റവും നല്ല വ്യായാമമാണ്. അള്ളാഹു സ്മരിച്ച ഖുർആൻ അള്ളാഹു മറിയം ബീവിയെ നടത്തി മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മേപ്പോട്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയോട് പറഞ്ഞു, മറിയമേ ആ ഈത്തപ്പന മരം ഫഹുസ്സി ഇലൈകി, നിന്നിലേക്ക് പിടിച്ചങ്ങോട്ട് വലിക്ക്. വഹുസ്സി ഇലൈകി ബിജിദിൻ ഖലബ് തുസാഖിത് അലൈകി റുതബൻ ജനിയാ. ആ ഈത്തപ്പഴം പിടിച്ചു കുലുക്ക് മറിയമേ. മറിയം ബീവി ഈത്തപ്പഴം പിടിച്ചു കുലുക്കി. ആ കുലുക്കിയപ്പോൾ ഉണങ്ങി നിൽക്കുന്ന ഈത്തപ്പഴം റുതബൻ ജനിയാ, നല്ല സുന്ദരമായ പഴവർഗ്ഗങ്ങൾ താഴോട്ട് വീണു. അല്ലാഹു പറഞ്ഞു ഈ വെള്ളം കുടിച്ച് ഈ ഭക്ഷണം കഴിച്ച് എന്റെ സങ്കടങ്ങൾ മാറ്റിക്കോ മറിയമേ. ഈ തിങ്ങിക്കൂടിയ സദസ്സിനോട് എന്റെ വിഷയത്തിന്റെ സമാധിയോട് എങ്ങനെയാണ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ മറിയം ബീവിക്ക് ഭക്ഷണം ഒരുക്കി കൊടുത്ത, ജനസാന്നിധ്യത്തിന്റെ വിദൂര സാധ്യതയില്ലാത്ത മരുഭൂമിയിൽ അരുതി കൊടുത്ത മറിയം ബീവിയെ അല്ലാഹു സഹായിക്കാൻ ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യാ മറിയം ഖുനുതി ലിറബ്ബികി, ഏ മറിയമേ മറിയമേ. മറിയം എന്ന കൗമാരക്കാരി അല്ലാഹുവിനെ പേടിച്ച് തഖ്വയോടെ ജീവിച്ചപ്പോൾ അല്ലാഹു മാറ്റിക്കൊടുത്തെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഒരു ബോധം അല്ലാഹു നൽകട്ടെ. ഞാൻ പറഞ്ഞ തഖ്വയുടെ നേട്ടം ദുനിയാവിലാണ്, ആഖിറത്തിൽ വേറെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഏത് പ്രയാസം വന്നാലും എന്നെ നിങ്ങൾ അറിഞ്ഞ്, എന്നെ നിങ്ങൾ അടുത്ത്, എന്നോടടുക്ക്, നിങ്ങൾ എന്നെ വിളിക്ക്, ഞാൻ നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരാം, ഏത് പ്രയാസങ്ങളും മാറ്റിത്തരാം എന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ വഴിത്താരയിലൂടെ നടന്ന് നാളെ പരലോകത്തേക്ക് നടന്നു പോകുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട തങ്ങളും ബഹുമാനായ മജീദ് സാഹിബുമൊക്കെ അവരുടെ കൃത്യാന്തര ബാഹുല്യത്തിന്റെ ഇടയിൽ ഒരല്പനേരം ഈ ആത്മീയ സദസ്സുകളിലേക്ക് സംവദിക്കാൻ അവരെത്തുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സാന്നിധ്യങ്ങളും സഹകരണങ്ങളും ഒക്കെ വിലപ്പെട്ടതാണ്. മജീദ് സാഹിബിനെ നല്ല തിരക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ യാത്ര തുടങ്ങുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലകളുടെ ഇടയിലൊക്കെ ഈ സദസ്സുകളിലേക്ക് വരുന്ന അവരുടെ സാന്നിധ്യങ്ങൾ, അവരുടെ സഹകരണങ്ങൾ, അവരുടെ സേവനങ്ങൾ എന്ന് നമുക്ക് വിലപ്പെട്ടതാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ആ സേവനങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മഹാനായ SH-ന്റെ സേവനം കൊണ്ട് മുൻഷി ജോലി കിട്ടിയ ആളുകൾ അതിന് നന്ദി കാണിച്ചിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന്. CH കാരണത്താൽ മുൻഷിയുടെ ജോലി കിട്ടിയ ആളുകൾ ആ നന്ദി തിരിച്ചു കാണിച്ചിരുന്നെങ്കിൽ അത് മാത്രം മതിയായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വേറൊന്നും വേണ്ട. എങ്ങനെയാണ് ഇവിടെ ഇത്രയൊക്കെ ഉണ്ടായത്? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ നേട്ടങ്ങൾ, ഈ സമാധാനം, ഈ സന്തോഷം. ഗൾഫിൽ പ്രസംഗത്തിന് പോയാൽ 10 മണിയാകുമ്പോൾ പോലീസ് പാഞ്ഞു വരും. ഇന്നും ഈ കേരളത്തിൽ 12 മണി വരെ പ്രസംഗിക്കാനും എന്തും പറയുവാനുമുള്ള മിതമായ വാക്കുകൾ പറയാനുള്ള നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് നേടിത്തന്ന നേട്ടത്തിന്റെ പിറകിലുള്ള സേവനദാതാക്കൾ നാം വിസ്മരിച്ചു എങ്കിലും അവരെ അപഹസിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, സേവനത്തെ തിരിച്ചറിയാൻ കഴിയാത്തവൻ മനുഷ്യനല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ധാരാളം പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, എന്നോട് ബഹുമാനനായ തിരൂർക്കാട് മുഹമ്മദ് ബൈസ് ഉസ്താദ് പറഞ്ഞൊരു കഥയുണ്ട്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന് 40,000 രൂപ കടം വന്നു. ആ കടം വന്നപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് അത് നേടാൻ വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. ഇന്നത്തെ എല്ലാ കുറുക്കു വഴികളും ഒക്കെ എല്ലാവർക്കും കഴിയും, അത് ഒരാൾക്ക് മാത്രം കഴിയുന്നതല്ല. പക്ഷേ തഖ്വയുണ്ടായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് തിരൂർക്കാട് മുഹമ്മദ് ബൈസ് ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, 40,000 രൂപ കടവുണ്ട്, എന്റെ ഒരു അംബാസഡർ കാർ കയ്യിലുണ്ട്, ആ അംബാസഡർ കാർ ഒന്ന് വിറ്റാൽ കൊള്ളാമെന്നുണ്ട്. തിരൂർക്കാട് മുഹമ്മദ് ബൈസ് ഉസ്താദ് വന്നിട്ട് തന്റെ പഴയ മാരുതി കാർ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. 786 നമ്പറുള്ള അംബാസഡർ കാർ കയ്യിൽ വാങ്ങിച്ചു. 5,000 രൂപ ഉസ്താദിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അപ്പോ തന്നെ മക്കളെ വിളിച്ചിട്ട് വീതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഏതായാലും എന്റെ കടവും വീടി ഒരൽപ്പം കൈമടക്കം കിട്ടി എന്ന് കണ്ണിയത്ത് ഉസ്താദ്. ഒരു കടം വന്നപ്പോ തന്റെ വാഹനം വിറ്റ് ആ കടം തീർത്ത് ബാധ്യതകളൊന്നുമില്ലാതെ നടന്നു. ഞാൻ പറഞ്ഞത്
ബാധ്യതകളൊന്നുമില്ലാതെ നടന്നുപോയ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ഒരു ചരിത്രമുണ്ട്. മുഹമ്മദ് ഫൈസി കണ്ണിയത്ത് ഉസ്താദ് ഉപയോഗിച്ച ആ കാറ് ബഹുമാനപ്പെട്ട ഹാജിക്ക് മുഹമ്മദ് ഫൈസി തിരൂക്കട അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ വാങ്ങിച്ചു കൊണ്ടുപോയി. ആ കാറിലാണ് പിന്നെ ബഹുമാനനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ കേരളത്തിൽ കാസർഗോഡ് നിന്ന് ഇവിടേക്ക് ഒരു യാത്ര നടത്തിയത് ആ കാറിലാണ്. ബഹുമാനപ്പെട്ട അതാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഉപയോഗിച്ചിരുന്ന ആ കാറിലാണ് നമ്മുടെ മുസ്ലിം കൈരളിയുടെ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ആ പുണ്യമായ യാത്ര നടത്തിയത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സഞ്ചരിച്ച ആ കാറിലായിരുന്നു. അതിന്റെയൊക്കെ ആത്മീയമായ നേട്ടങ്ങൾ, കോഴിക്കോട് കടപ്പുറത്തിന്റെ മണൽത്തരികൾ നിശബ്ദമായി മണൽത്തരികളാണ് കൂടുതൽ, മനുഷ്യാരവമാണ് കൂടുതൽ എന്ന് നോക്കി നിൽക്കുന്ന സദസ്സിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മുഴുവനും ഇരിക്കുമ്പോൾ യോഗം തുടങ്ങാൻ സമയമാകുമ്പോൾ ഇല്ല, ഒരാൾ കൂടി വരാനുണ്ട്. കോഴിക്കോട് കടപ്പുറത്തിന്റെ മണൽത്തരികൾ അത്ഭുതത്തോടെ നോക്കി നിന്ന ജനാരവം അത്ഭുതത്തോടെ ചോദിച്ചു, ഇനി ആരാണ് വരാനുള്ളത്? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചുകടി മണ്ണിന്റെ അടിയിലേക്ക് മലർന്നു പോകുമ്പോഴും മായാതെ മറയാതെ മൺചരാട് പോലെ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം നൽകിയ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കളും സദസ്സിലിരിക്കുമ്പോൾ ഇനി ആരെയാണ് പ്രതീക്ഷിക്കുക? ആ സദസ്സിലേക്ക് എല്ലാവരും നോക്കുമ്പോൾ വെള്ളത്തലപ്പാവും വെള്ളം ചുപ്പയും ഒരു മഹാനായ മനുഷ്യൻ കടന്നു വന്നു. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അല്ലാഹു മർക്കദ മഹാനവറുകളുടെ ദുആയോടുകൂടിയാണ് കോഴിക്കോട് കടപ്പുറത്തെ ആ സമ്മേളനത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇടമുടിയാതെ നിലനിൽക്കുമ്പോൾ ബഹുമാന്യനായ ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ്, ഞാനിത് പറഞ്ഞത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കവിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ വിളക്ക് കൊളുത്തി വെളിച്ചം വന്നു, വിളക്ക് കെടുത്തി, വെളിച്ചത്തിന് പോകാൻ മനസ്സുണ്ടായില്ല, വെളിച്ചം വിളക്കന്വേഷിച്ച് നടന്നു. വെളിച്ചത്തിന് വിളക്ക് കെട്ടാലും വെളിച്ചത്തിന് പോകാൻ വൈമനസ്യമുള്ള ചരിത്രത്തിലെ ചില അപൂർവമായ സമയമുണ്ട്. ആ വെളിച്ചം മറ്റൊരു വിളക്കന്വേഷിച്ച് നടക്കും. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന വിളക്കണയുമ്പോ ആ വിളക്കിലെ വെളിച്ചം കൊളുത്താൻ നാം പ്രതീക്ഷയോടെ കാത്തുകൊണ്ട് കിടക്കുന്ന ബഹുമാനനായ പ്രിയപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ അനിഷേധനായ ജനറൽ സെക്രട്ടറി ബഹുമാനനായ കെ.പി. മജീദ് സാഹിബ്, ഈ രണ്ടുപേരും ഇരിക്കുന്ന സദസ്സിൽ ഒരു സ്നേഹിതൻ എന്ന പോലെ ആ ഒരു ബന്ധത്തിലൂടെ പോയപ്പോൾ കേരളത്തിന്റെ ദൈക്ഷണികമായ രാഷ്ട്രീയ ആത്മീയ മേഖലകളിലെ നുറുകുറിയുടെ നിമിഷങ്ങൾ കാണാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അള്ളാഹു ആ ബന്ധങ്ങളെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ നടക്കുന്ന ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് അതിന് 8 സെന്റ് ഒരു മാന്യദേഹം എടവണ്ണപ്പാറയിൽ കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് അത് സ്ഥാപിക്കപ്പെടുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഞാൻ ഈ ഉറൂസിന് സംസാരിച്ചു പോകുമ്പോൾ അന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങാൻ. അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.